السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. നമ്മുടെ ഹൃദയ ശുദ്ധീകരണം കുറേ മുമ്പേ എടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ചതാണ്. അതിനിടയ്ക്ക് പല കാര്യങ്ങളുമായിട്ട് ബിസി ആയിട്ട്. പക്ഷെ അൽഹംദുലില്ലാ ഖുർആനിലൂടെ നമ്മൾ ഹൃദയം ശുദ്ധിയാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയ്ക്കൊരു ആവശ്യവും തോന്നിയില്ല. പക്ഷെ ഇപ്പൊ തൽക്കാലം നമുക്ക് ജുസു 3 മുമ്പേ കുറെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാനും സബ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവാനും ഉള്ളത് കൊണ്ട് ഒരു 2 വീക്സ് സമയം എടുത്തേ മതിയാകും. അപ്പം ആ ഒരു ഗ്യാപ്പിൽ നമ്മളെ ഹൃദയം നമുക്കറിയാലേ, ഒരു 2 ദിവസം അടുപ്പിച്ച് ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഹൃദയത്തിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന്. അപ്പൊ എനിക്കും എന്റെ ഹൃദയത്തിന് എന്തെങ്കിലും ഒരു ബൂസ്റ്റർ വേണം എന്ന് തോന്നി. അപ്പം ഇന്നലെ ഇങ്ങനെ ആലോചിച്ചപ്പോ എന്തുകൊണ്ട് നമുക്ക് അതിന്റെ പഴയ ബാക്കിയുള്ളത് എടുത്തോടെ ഒരു 10-15 ക്ലാസ്സസ് ബാക്കിയുണ്ട്. എത്രത്തോളം നമ്മളെ തഫ്സീർ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഡിറ്റാച്ച് യുവർ ഹാർട്ട് ഫ്രം ദ വേൾഡ്. നമ്മളുടെ ദുനിയാവിൽ നിന്ന് നമ്മളുടെ ഹൃദയത്തിനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറ്റി നിർത്താൻ വേണ്ടി. ഈ ഇതിനകത്ത് വരുന്ന ഹദീസ് ആക്ച്വലി കുറച്ച് കൊല്ലം മുമ്പ് എനിക്കൊന്നൊരു മിഷ്കാത്തിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒരു ക്ലാസിന്റെ ഭാഗമായിട്ട്. അത് യൂട്യൂബിലില്ല, പറ്റുകയാണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം. അവിടെ വേറൊരു രീതിയിലാണ് ആ ഹദീസ് വിശദീകരിച്ച് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഷെയർ ചെയ്യാം. എന്നാലും ഇന്ന് നമുക്ക് അതിനെ വേറൊരു ആംഗിളിൽ നിന്ന് കാണാൻ ശ്രമിക്കാം. അപ്പം ഹദീസ് എന്താന്ന് വെച്ചാൽ ഇബ്നു മാജയും തിർമിദിയും റിപ്പോർട്ട് ചെയ്ത അൽ ഇറാഖി ഹസനാക്കിയ അൽബാനി സ്വഹീഹാക്കിയ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്തി ദുനിയ ഹമ്മഹു ഫറഖല്ലാഹു അലൈഹി അംറഹു വജഅല ഫഖറഹു ബൈന ഐനൈഹി വലം യഅതി മിനദ് ദുനിയ ഇല്ലാ മാ കുതിബ ലഹു. അതായത് മൻ കാനത്തി ദുനിയ ഹമ്മഹു, ആർക്ക് ഇഹലോകം ഹമ്മ, ഓക്കെ, ഹമ്മ എന്ന് പറഞ്ഞാല് അവന്റെ ഏറ്റവും വലിയ കൺസേൺ, അവന്റെ ഏറ്റവും വലിയ ചിന്ത ഇഹലോകം ആകുന്നുവോ, ഫറഖല്ലാഹു അലൈഹി അംറഹു, അവന്റെ കാര്യങ്ങള് സുബ്ഹാനല്ലാഹ്, അവന്റെ അഫയേഴ്സ് അള്ളാഹു ഭിന്നിപ്പിച്ച് കളയും, ചെതറിപ്പിച്ച് കളയും. ഓക്കെ, വജഅല ഫഖറഹു ബൈന ഐനൈഹി, അവന് ദാരിദ്ര്യം അവന്റെ കണ്ണുകൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു തആല വെക്കുന്ന. വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ കുതിബ ലഹു, അവന്റെ കാര്യമാണെങ്കിലോ ദുനിയാവിൽ നിന്ന് എന്താണോ അള്ളാഹു വിധിച്ചത് അതേ അവന് വരികയുള്ളൂ, ലഭിക്കുകയുള്ളൂ. തുടർന്ന് പറയുന്നു, വമൻ കാനത്തിൽ ആഖിറതു നിയ്യതഹു, ആര് അവന്റെ നിയ്യത്ത് പ്രധാനമായിട്ടുള്ള ചിന്ത ആഖിറാക്കിയോ, ജമഅല്ലാഹു ലഹു അംറഹു, അള്ളാഹു അവന്റെ കാര്യങ്ങളെല്ലാം ജമാ അല്ലെ ഒന്നിച്ചു കൂട്ടും, അതായത് സെറ്റാക്കും. നേരത്തെ എന്താ പറഞ്ഞത്, ഭിന്നിപ്പിച്ച് കളയുന്നില്ലേ, ചെതറിച്ച് കളയും. പക്ഷെ ആഖിറം മെയിനാക്കിയ ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല ജമാ ചെയ്യും, ഒന്നിച്ച് കൊണ്ടുവരും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ ഖൽബിൽ ഗിന എന്ന് വെച്ചാൽ കണ്ടെന്റ്മെന്റ്, അതിലെ തൃപ്തി ഇട്ടുകൊടുക്കും. വഅതത്ഹു ദുനിയ വഹിയ റാഗിമ, എന്താണ്, ദുനിയാവ് അവനിലേക്ക് വരും. ഓക്കെ, അതെങ്ങനെ, വഹിയ റാഗിമ, അടങ്ങി ഒതുങ്ങി അവന്റെ പിന്നാലെ, അവന്റെ ഒരു അടിമയെ പോലെ ദുനിയാവ് അവന്റെ പിന്നാലെ വരും. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഈ ഹദീസിന്റെ ഓരോ വാക്കുകൾ എടുത്തിട്ട് തന്നെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ആ രീതിയിലാണ് നമ്മൾ അന്ന് വിശദീകരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം അത്രയും ഹദീസിന്റെ ഈ ഒരു ഹദീസിന്റെ ടെക്സ്റ്റിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇതിനെ ചുറ്റിപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് ആഖിറം തേടുന്നവരുടെ പാതയിലെ ഏറ്റവും വലിയൊരു തടസ്സമാണ് നമ്മളുടെ പല രീതിയിലുള്ള ദുനിയാവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അല്ലെ? നമ്മളെല്ലാരും പറയും, എനിക്ക് ദുനിയാവുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല, എനിക്ക് ആഖിറം മാത്രമേ ചിന്തയുള്ളൂ. എന്നാലും നമ്മൾ അറിഞ്ഞും അറിയാതെയും പല രീതിയിൽ നമുക്ക് ദുനിയാവുമായിട്ട് അറ്റാച്ച്മെന്റ്, ദുനിയാവിലെ ആളുകളുമായിട്ട് അറ്റാച്ച്മെന്റ്, നമ്മൾ ഓൺ ചെയ്യുന്ന സാധനങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, ഇവൻ നമ്മുടെ നെഫ്സിന്റെ പല ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പല ഇഷ്ടങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട്. ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ തടസ്സമാണ് നമ്മളുടെ ദുനിയാവുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്.
ആണോ? അപ്പം ഇങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് ഏത് ലെവലിലാണോ, ഏതൊക്കെ ലെവലിൽ നമുക്ക് ദുനിയാവിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ പ്രയോറിറ്റീസ് ഒക്കെ റീസെറ്റ് ചെയ്യും. പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു ഉദാഹരണമാണ് അല്ലെ, വെറുതെ ഫോണിൽ തോണ്ടി കിടക്കുന്ന സമയത്ത് ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ ആരുടെ സംസാരിക്കുമ്പോൾ ആ സംസാരം കഴിയട്ടെ അല്ലെ. നിസ്കാരത്തിന് അതെന്താ, അവിടെ നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ നെഫ്സിന്റെ അപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ള സുഖം, സന്തോഷം, റെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ഒരു പക്ഷെ ഒരു 95% ആളുകളും ആ കാര്യത്തിൽ, ചിലർ നിസ്കാരത്തിന്റെ കാര്യത്തിലായിരിക്കും, ചിലർ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കും. ഇതിലൊക്കെ പെട്ട ആൾക്കാർ തന്നെയാണ്. അല്ലാത്തവർ ഇവിടെ എനിക്കൊന്നും അല്ലാത്തവരൊന്നും ഇവിടെ വരേണ്ട ആവശ്യമില്ല, സുബ്ഹാനല്ലാഹ്, അവരൊക്കെ വേറെ ലെവലിൽ നിൽക്കേണ്ട ആൾക്കാരാണ്. അപ്പം നമ്മളുടെ പ്രയോറിറ്റീസ് അതിനനുസരിച്ച് മാറും നമ്മൾക്ക് ഈ ദുനിയാവിനോടുള്ള അറ്റാച്ച്മെന്റ് കാരണം. അത് എത്രത്തോളം നമുക്ക് കൂടുതലാണോ, എത്രത്തോളം ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങളാണോ നമ്മുടെ ഹൃദയത്തിനെ ഒക്യുപ്പൈ ചെയ്യുന്നത്, ഇത് ആക്ച്വലി ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാ അത് മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ കഴിഞ്ഞ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കുക. ഓരോരുത്തരും എന്തിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത്, ഏറ്റവും വലിയ കൺസേൺ എന്താണ് നമ്മളുടെ അല്ലെ. ചിലർക്ക് അത് മക്കളോ, മക്കളുടെ ആരോഗ്യസ്ഥിതി, അല്ലെങ്കിൽ മക്കളുടെ പഠനം, അല്ലെങ്കിൽ മക്കളുടെ ജോലി, ഭാവി, സാമ്പത്തികം, വീട് അല്ലെ, വീടിന്റെ വൃത്തി, കാറ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ. അതല്ല നമ്മൾ ഫുൾ ടൈം ആഹ്റത്തിലേക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഇതാവ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഇബാദത്ത് അങ്ങനെ ചെയ്യാം. അതിനെ കുറിച്ചാണ് കഴിഞ്ഞ ഒരു 5 മണിക്കൂർ എടുക്കാം ഏറ്റവും കൂടുതൽ ആലോചിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നമ്മളുടെ അക്ബറു ഹമ്മ, ഏറ്റവും വലിയ കൺസേൺ ആണല്ലോ. അപ്പം ദുനിയാവി ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അല്ലെ നമുക്ക് വരുമ്പോൾ അത് നമ്മുടെ പ്രയോറിറ്റീസിനെ ചേഞ്ച് ചെയ്യും അല്ലെ. നമ്മുടെ ചിന്ത ഏറ്റവും കൂടുതൽ എന്താണോ അതിനെക്കുറിച്ച്, അതിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക അല്ലെ. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു 4-5 മണിക്കൂർ, ഓരോ 5 മണിക്കൂർ അല്ലെങ്കിൽ ഓരോ 1 മണിക്കൂറും 2 മണിക്കൂർ നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അതിലാണ് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടുക, അതിലാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുക. അപ്പം നമ്മുടെ പ്രയോറിറ്റീസ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. നമ്മൾ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തിനെ അതിനനുസരിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കും, കാർന്ന് തിന്നുകൊണ്ടിരിക്കും. കാരണം അള്ളാഹ് കൊടുക്കേണ്ട സ്പേസ് അത്രയും വേറെ പലതുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒക്യുപ്പൈ ചെയ്യുന്നത്. അത് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയും കുറയ്ക്കും. നമ്മൾക്ക് തോന്നും നമ്മൾ ഭയങ്കര സംഭവമാണ്, ഫുൾ ടൈം നമ്മൾ ക്ലാസ് കേൾക്കുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ തോന്നുമെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി അത് കുറച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഈ ഒരു ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ നമ്മളുടെ ഹൃദയത്തിനെ റിച്ച് ആക്കാം, കണ്ടന്റഡ് ആക്കാം. അതായത് എന്തൊക്കെ നമ്മുടെ ദുനിയാവിൽ നമ്മളെ ചുറ്റുപാടും സംഭവിച്ചാലും നമ്മുടെ ഹൃദയം യെസ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, കണ്ടന്റഡ് ആണ്. അത് അല്ലെങ്കിൽ എന്താണ് എന്റെ ചിന്തകൾ സുബ്ഹാനല്ലാഹ് എപ്പോഴും എന്തായിരിക്കും, എന്റെ അക്ബർ ഹമ്മ എന്തായിരിക്കണം, ആഖിറയായിരിക്കണം. ആഖിറക്ക് വേണ്ടി എന്ത് ചെയ്യാം. ഈ ഓരോ സ്ഥലത്തും നമ്മൾ സ്കോപ്പ് അന്വേഷിച്ചു പോകും. അവിടെ അല്ലെ ആരെങ്കിലും നമ്മളെ എതിർത്ത് എന്തെങ്കിലും സംസാരിച്ചാൽ പോലും അവിടെ എങ്ങനെ നമ്മുടെ ആഖിറ ഉണ്ടാക്കാം അല്ലെ. ആരെങ്കിലും നമ്മളെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും സ്പ്രെഡ് ചെയ്താൽ പോലും, അത് കേട്ടാൽ പോലും ഈ കേട്ട ഈ മാത്രയില് ഇതിൽ നിന്ന് എങ്ങനെ എനിക്ക് എന്റെ ആഖിറ ഉണ്ടാക്കാം. അത് നമ്മൾ ഓരോ കാര്യങ്ങളിലും ഓരോ കാൽവെപ്പിലും നമ്മളുടെ ചിന്ത ഇതിൽ നിന്ന് എന്റെ ആഖിറ എങ്ങനെ ഉണ്ടാക്കാം എന്നായിരിക്കും അല്ലെ. പക്ഷെ നമ്മളുടെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ദുനിയാവാണ് നമ്മുടെ ഹൃദയത്തിൽ ഒക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ, ദുനിയാവിലെ പല കാര്യങ്ങളും, ദുനിയാവിലെ പ്രശംസ, ദുനിയാവിലെ പേര്, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എല്ലാ കാര്യത്തിലും അതാണ് തേടുക അല്ലെ. എന്തെങ്കിലും ഒരു പ്രശ്നം എന്നാലും ഒരു എന്നെ കുറിച്ച് അങ്ങനെ മോശം പറയാൻ പാടില്ലേനും, ഞാൻ ഇത്രയും നല്ലതല്ലേ. കാരണം നമുക്ക് അവിടെ ദുനിയാവിലെ നമുക്ക് നമ്മുടെ പ്രശംസയാണ് ഇമ്പോർട്ടൻസ്. അതുപോലെ ഓരോ കാര്യങ്ങളും ദുനിയാവിൽ എന്താണോ നമുക്ക് അറ്റാച്ച് ആയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യം. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഗോൾ ഒന്ന് റീവിസിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഗോൾ ഓരോരുത്തർക്കും ഒരു ലക്ഷ്യമുണ്ടാവും അല്ലെ. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം ഇവിടെ 200% ആളുകളും പറയും ഞങ്ങളുടെ ഗോള് സ്വർഗ്ഗമാണെന്ന്. അതിനൊരു സംശയം എനിക്കില്ല. എനിക്കറിയാം എല്ലാവരും അങ്ങനെ പറയുന്നു. പക്ഷെ നമ്മളൊന്ന് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്. എന്താണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം? ഓരോരുത്തരും ചിന്തിക്കുക, സെപ്പറേറ്റ് ആയിട്ട് ചിന്തിക്കുക. അപ്പം നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്തിനെ കുറിച്ച് ഇന്ന് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് എക്സൈറ്റ്മെന്റോട് കൂടിയാണ് എണീക്കുന്നത്. പലരും എഴുന്നേൽക്കുന്നത് പച്ചോനെ ഇനിയിപ്പൊ ചോറുക്കണ്ടേ ചായച്ചണ്ടേന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് എനിക്കിത് ചെയ്ത് തീർക്കാനുണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അത് ദുനിയാവി ആയതാണെങ്കിലും ഓക്കെ, അങ്ങനെ ഒരു ഗോൾ നിങ്ങൾക്ക് ഉണ്ടോ?
എന്താണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്, അത് എനിക്ക് ഇനി ജീവിതത്തിൽ ഇനിയും പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ട്, ചെയ്ത് തീർക്കാനുണ്ടെന്നുള്ള എന്ത് കാര്യമാണ് നമ്മളുടെയൊക്കെ മനസ്സിൽ ഒരു പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ളതെന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നമ്മൾ ദുനിയാവിലെ നമ്മളുടെയൊക്കെ സ്റ്റേ ഭൂമിയിൽ വളരെ ഷോർട്ടാണ്, അങ്ങനെ ഒരുപാട് ലോങ് സ്റ്റേ ഒന്നും നമുക്ക് അള്ളാഹ് ഉറപ്പ് തന്നിട്ടില്ല. ആ സ്റ്റേന്റെ ഉള്ളിലും അല്ലെങ്കിൽ ആ ജീവിച്ച് മരിക്കുന്നതിന്റെ ഉള്ളിൽ എന്താണ് ഞാൻ അക്കംപ്ലിഷ് ചെയ്യാൻ, ചെയ്ത് തീർക്കണം, എനിക്ക് ഇന്നത് നേടണം എന്ന് തീരുമാനിച്ചിട്ടുള്ള കാര്യം എന്താണ്? സുബ്ഹാനല്ലാഹ്. എല്ലാവരും ഒരു മിനിറ്റ് എടുത്തിട്ട് അതൊന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ അല്ലെ, നമ്മുടെ വേണമെങ്കിൽ ഇൽമു അമൽ ബുക്ക് ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ജേർണൽ എഴുതുന്ന ശീലം ഉണ്ടെങ്കിൽ അതിനകത്ത് എഴുതി വെക്കുക. എന്നിട്ട് പിന്നീട് സമയമുള്ളപ്പം അനലൈസ് ചെയ്ത് നോക്കുക, എന്താണ് എൻ്റെത്, അതിനെന്ത് പ്ലാൻ ഇടണം, അതെങ്ങനെ വർക്ക് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, അല്ലെ, ദാവയാണെങ്കിലും ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന് വേണ്ടി പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒരു പാസിംഗ് തോട്ടായിട്ട് പോവാറാണ് പലപ്പോഴും. അതിന്റെ മേലെ വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ദുനിയാവിയായിട്ടുള്ള പല ലക്ഷ്യങ്ങളും വന്ന് മൂടുന്നതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി ഇരിക്കാനോ ചിന്തിക്കാനോ ഒന്നും എഫേർട്ട് ഇടാനോ ഒന്നും സമയം കിട്ടാറില്ല. പക്ഷെ നമ്മളെ ഉള്ളിൽ അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. അങ്ങനെ അത് നടക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ആലോചിക്കുക, എഴുതുക, ഓരോ സ്റ്റെപ്പിന് വേണ്ടിയിട്ടും ദ്വാ ചെയ്യുക. ശരിക്കും നിങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് എടുത്തൊന്ന് ദ്വാ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ പലരുടെയും ജീവിതം ഇങ്ങനെ കണ്ടടിക്കുന്നില്ല, എന്നാലും ഓരൊക്കെ എങ്ങനെയൊക്കെയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. സുബ്ഹാനല്ലാഹ്. ഇവരും ഒന്നും ഇതിനെക്കുറിച്ച് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിട്ടും ഭയങ്കര പ്രോജക്ട് പ്ലാൻ എഴുതി വെച്ചിട്ടും ഒന്നുമല്ല, റബ്ബിന്റെ അടുത്ത് അതൊരു അപേക്ഷയായിട്ട് സമർപ്പിച്ചത് മാത്രമാണ്. എനിക്ക് എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ പറ്റും പലതും. ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കാര്യം, എൽഫോ സക്സസ് യൂത്തിന്റെ കാര്യം പറയാം. എൽഫോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് ഓൾമോസ്റ്റ് ഒരു മെയ് 15 വരെ അറിയില്ലായിരുന്നു. പക്ഷെ റബ്ബിന്റെ അടുത്ത് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഓരോ സ്റ്റേജിലും റബ്ബാ ക്ലാരിറ്റി തന്നത്, ഓരോ കാര്യത്തിലും സ്റ്റക്കായി നിൽക്കുമ്പോൾ ആൾക്കാരെ കൊണ്ട് തന്നത് റബ്ബാണ്. ഇപ്പൊ നമ്മൾ ഈ മീറ്റപ്പ് ആണെങ്കിലും സുബ്ഹാനല്ലാഹ് പല സിറ്റുവേഷൻ, ഈ ഐഫോസിയുടെ വർക്കും അതിന്റെ ലോഡും കാരണം മീറ്റപ്പിന് ഒരുപാടൊന്നും വർക്ക് ചെയ്യാൻ ഇപ്രാവശ്യം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിന്റെ ഒരു പകുതി പോലും ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷെ അൽഹംദുലില്ലാഹ് റബ്ബിന്റെ അടുത്ത് അതൊരു അപേക്ഷയായിട്ട്, റബ്ബ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അപ്പം ഓരോ കാര്യങ്ങളും ഇങ്ങോട്ട് വന്ന് അണയായിരുന്നു. ഓഡിറ്റോറിയം ആണെങ്കിലും ഫുഡിന്റെ ആൾക്കാരാണെങ്കിലും എല്ലാം ഇങ്ങോട്ട് വന്ന് അള്ളാഹ് സെറ്റാക്കി തരാം. അപ്പം അത്രയാണ്, നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ആ ലക്ഷ്യത്തിനെ നമ്മൾ സീരിയസ് ആക്കി എടുക്കണം. ഓക്കെ, അത് വെറുതെ ഇങ്ങനെ നമ്മളുടെ ഒരു പാസിംഗ് തോട്ടിലോ അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണേനോ എന്ന് പറയുന്നതിലോ ഒതുങ്ങി പോകുന്നതുകൊണ്ടാണ് നമുക്ക് സ്റ്റെപ്പ് എടുക്കാൻ പറ്റാത്തത്. നമ്മൾ അതിനെ സീരിയസ് ആക്കി എടുത്ത് നമ്മളെ കൊണ്ട് ഇപ്പം എന്ത് പറ്റും എഴുതി വെക്കാം. എനിക്ക് ഇന്ന സമയത്തിനുള്ളിൽ ഇന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ എന്തിലും ഉണ്ടാവും അല്ലെ, അത് ചെയ്യാൻ ശ്രമിക്കുക, ദുആ ചെയ്യുക. പാളിപ്പോയിക്കോട്ടെ, എല്ലാം പാളും, നമ്മുടെ ശരിക്കും പാളണം. നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാലും അത് പാളണം, അപ്പോഴേ അവിടെ അതിന് ഇമ്പ്രൂവ്മെന്റിന് ഒരു സ്കോപ്പ് ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇമ്പ്രൂവ്മെന്റിന് ഒരു സ്കോപ്പ് ഇല്ല. ഓക്കെ, നമ്മൾ തെറ്റി പഠിക്കണം, പക്ഷെ നമുക്ക് അതിനുള്ള ധൈര്യം വേണം അല്ലെ. എവിടുന്ന് ധൈര്യം കിട്ടുക? അള്ളാന്റെ അടുത്ത് നിന്ന്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഗോൾ ഉണ്ടായിരിക്കണം, അത് എഴുതി വെക്കുകയും വേണം, അതിനെക്കുറിച്ച് സമയം എടുത്ത് ചിന്തിക്കണം, അതിന്റെ ഓരോരോ പോയിന്റ്സും റബ്ബിന്റെ അടുത്ത് എടുത്തെടുത്ത് പറഞ്ഞ് ദുആ ചെയ്യണം. റബ്ബ് എന്തായാലും വഴി കാണിച്ചു തരും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു ക്വസ്റ്റ്യൻ, എന്താണ് എന്റെ ഗോൾ? ഓരോരുത്തരും എന്റെ ഗോൾ എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ശരിക്കും വിഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളുടെ ദീനി മാർഗത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും അച്ചീവ് ചെയ്തത് നമുക്കറിയാം. പക്ഷേ പിന്നീടുള്ള അല്ലെങ്കിൽ അവർക്ക് ശേഷം ഇതുവരെയുള്ള കാലഘട്ടത്തിലെടുത്ത് നമുക്ക് പല നാടുകളിലും ഇതുപോലെ വിഷൻസ് കണ്ട അത്ഭുതങ്ങൾ നടത്തി പല ആൾക്കാരുടെയും ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കത് പറയാൻ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കിയാലൊക്കെ അറിയാം, ഒന്നുമില്ലാണ്ട് തുടങ്ങിയിട്ട് ജസ്റ്റ് അള്ളാന്റെ ഹെൽപ്പ് കൊണ്ട് മാത്രം വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളൊന്നും ഇതിനെ സീരിയസ് ആക്കി എടുക്കുന്നില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാവരും കണ്ടുപിടിക്കുക. ഓക്കെ, ആത്മാർത്ഥമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിപ്പോർട്ട് ചെയ്ത, അതായത് അബൂദാവൂദിലും ബുഖാരിയിലും പിന്നെ ബുഖാരിയിലും റിപ്പോർട്ട് ചെയ്ത്, അതായത് അദാബ് അൽ മുഫ്രദിന്റെ ഭാഗമായിട്ട് ബുഖാരിയിൽ വന്നിട്ടുള്ള അൽബാനി സ്വഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്, അസ്ദഖുഹ ഹാരിസുൻ വഹമ്മാമുൻ. അതായത് പേരുകളിൽ സ്വദീഖ് എന്നുള്ള വാക്കിൽ നിന്ന് പേരുകളിൽ ഏറ്റവും സത്യസന്ധമായിട്ടുള്ളത് ഹാരിസുൻ വഹമ്മാമുൻ. ഹാരിസ് എന്ന പേരും ഹമ്മാം എന്ന പേരുമാണ്. ഹാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡൂവർ, ചെയ്യുന്നവൻ. ഹമ്മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദ്ദേശിക്കുന്നവൻ, ഇന്റൻഡർ, നിയ്യത്ത് വെക്കുന്നവൻ.
ഓക്കെ. അപ്പൊ നമ്മളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഉടനീളം അല്ലെ ഓരോ മൊമെന്റും നമ്മൾ ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ലേ അല്ലെ? എന്താണെന്നുള്ളത് അത് അവിടെ നിൽക്കട്ടെ, നമ്മൾ എന്താ നീയത്ത് വെക്കുന്നത് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ മൊമെന്റും നമ്മൾ എന്തെങ്കിലും ഒന്ന് നീയത്ത് വെക്കുക ചെയ്യുക, എന്തെങ്കിലും ഒന്ന് നീയത്ത് വെക്കുക ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അപ്പം ഏറ്റവും അർത്ഥവത്തായ പേരുകൾ, ഏറ്റവും സത്യസന്ധമായ പേരുകൾ ഹാരിസുൻ വഹമ്മാം എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളിന്ന് ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും ഇങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യാത്തതായിട്ട് പോകുന്നില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ എന്താ ചിന്തിക്കുന്നത്, എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ ഒന്നും ഇല്ലാണ്ട്, ഒരു ഗോളും ഇല്ലാണ്ട്, ഒന്നും ചിന്തിക്കാണ്ട്, ഒന്നും ചെയ്യാണ്ട് ജീവിക്കുന്നവരും ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാട് ഇപ്പൊ ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് നമ്മൾ പുതിയ ജനറേഷനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്താലോചിച്ചിട്ടാ ഇവര് നടക്കുന്നതെന്ന് അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളെ മക്കളൊന്നും അങ്ങനെയല്ല കേട്ടോ. എല്ലാവരും അടിപൊളിയാണ്, നമുക്ക് നന്നാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാല് ഒരു ഗോളും ഇല്ലാതെ ജീവിക്കുന്നവര്, സുബ്ഹാനല്ലാഹ്, ഒരു എംപ്റ്റി ആയിട്ടുള്ള ശൂന്യമായിട്ടുള്ള ഒരു ജീവിതം, അവർക്ക് ഒന്നിനെ കുറിച്ചും പ്രതീക്ഷിക്കാനും ഇല്ല, ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കാനും ഇല്ല. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമുക്കൊക്കെ ഞാൻ എന്റെ കുറച്ചു കാലം മുമ്പേ ഉള്ള ഒരു ലൈഫിലൊക്കെ ഉള്ള ഒരു ഫീലിംഗ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു കല്യാണം വരികയാണ് കുടുംബത്തിൽ, അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും, ഭയങ്കര പ്രതീക്ഷയായിരിക്കും. അതിന് ഡ്രസ്സ് എടുക്കലും അതിനെ കുറിച്ച് തന്നെ ചിന്തയും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നിരാശയാണ്. ഇപ്പൊ ഫുൾ കഴിഞ്ഞല്ലേ, അല്ലെങ്കിൽ ഒരു ടൂർ പ്ലാൻ ചെയ്യുമ്പോ ഒക്കെ അതുവരെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷമമായി. കാരണം നമ്മളെ ലൈഫിൽ അതേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അത്രയും നേരം അല്ലെ? അതിനു വേണ്ടി ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ നിരാശയായി, സങ്കടമായി, പിന്നെ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കലായി, അതായവറക്കലായി. പക്ഷെ നമുക്ക് ശരിക്കുള്ള ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയല്ല അല്ലെ? എന്തെന്നെ ജീവിതത്തിൽ കഴിഞ്ഞു പോയാലും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. നമുക്ക് കഴിഞ്ഞതിനെ കുറിച്ച് അതോ നഷ്ടപ്പെട്ടല്ലോ, ആ സമയം കഴിഞ്ഞല്ലോ എന്ന് വെച്ചാൽ ആലോചിച്ച് നിരാശപ്പെട്ടിരിക്കാൻ സമയമില്ല. അപ്പൊ നമ്മളെ മുമ്പിൽ ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, അത് പ്രത്യേകിച്ച് ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഓടിയെടുക്കാനുള്ളത് കൊണ്ട് ഇതൊക്കെ നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ട് ഒരു കല്യാണം ഇപ്പം കല്യാണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഇബാദത്താണ്. പോവുക, ആ ഉത്തരവാദിത്തം നിറവേറുക, അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലം ആഗ്രഹിക്കുക, അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ദാവ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, തിരിച്ചു വരാം, നമ്മളെ പണി തുടർന്നുകൊണ്ടേയിരിക്കല്. കല്യാണം ആണെങ്കിലും ട്രിപ്പ് ആണെങ്കിലും ഈവൻ മീറ്റപ്പുകളാണെങ്കിലും അതൊക്കെ നമുക്ക് ഇബാദത്തുകൾ മാത്രമാണ് ഇപ്പൊ. സുബ്ഹാനല്ലാഹ്. അപ്പം ആ രീതിയിലല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അങ്ങനെ പ്രതീക്ഷിക്കാനൊന്നുമില്ല, ലക്ഷ്യങ്ങളായിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ നമ്മളുടെ ഇന്റേണൽ ഡെത്ത് ആണ്, ഉള്ളിൽ നമ്മൾ മരിച്ചു പോവുക എന്നുള്ളത് പോലെയുള്ള, നമ്മുടെ ബോഡി ജീവിച്ചിരിക്കുന്നുണ്ടാവും പക്ഷെ ഒരു അർത്ഥമില്ലാത്ത ജീവിതമായിട്ടായിരിക്കും അത് പോകുന്നത്. ഡിപ്രഷൻ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരും അല്ലെ? ഇതുപോലെ പ്രത്യേകിച്ചൊന്നും നേടാനില്ല എന്നുണ്ടെങ്കിൽ പല സമയങ്ങളിലും ഡിപ്രഷൻ എന്ന് പറയുന്നതിന്റെ മെയിൻ അതാണ്. അതായത് നിരാശ, അതായത് എന്തെങ്കിലും ഒന്നും ജീവിതത്തിൽ ഇനി പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ലൈഫ് മുഴുവനും നമ്മൾ ആരെങ്കിലും മേലെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരായിരിക്കും അല്ലെ? ചിലർക്ക് മക്കള് ജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോണ കാര്യം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഡിവോഴ്സ് ഒക്കെ സംഭവിക്കുമ്പോൾ, കാരണം ആ ഒരു ആളുടെ അത്രയും കാലത്തെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു അച്ചുതണ്ടിനും ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നതാ. സുബ്ഹാനല്ലാഹ്. ഇത് മാത്രമാണ് എന്റെ ജീവിതം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ മാത്രം എന്നുള്ള സംഭവം പെട്ടെന്ന് അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഡിപ്രഷനായി. കാരണം മുമ്പിലൊന്നും ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ ഓരോരുത്തരും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതുപോലെയുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കാൻ. അപ്പൊ നമ്മളെ ചുറ്റുപാടും പലതും നടക്കും, പലതും വരും, പലതും പോകും, പല നെഗറ്റിവിറ്റിയും സംഭവിക്കും. ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. നമ്മൾ ഈ ലക്ഷ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. ശരിക്കും നമ്മളെ മക്കളെയും സുബ്ഹാനല്ലാഹ് ആ ഒരു അവസ്ഥയിലേക്ക്, അവരുടെ ലക്ഷ്യങ്ങൾ അവരുടെ ഉള്ളിൽ അതായത് ലക്ഷ്യങ്ങൾ തള്ളിക്കയറ്റാനൊന്നും പറ്റില്ല കേട്ടോ, ആരുടെ ഉള്ളിലേക്കും ലക്ഷ്യങ്ങൾ തള്ളിക്കയറ്റാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മളെ ജീവിതം കൊണ്ട് അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. അവർ നോക്കുമ്പം അവർ കാണാം, എന്റെ ഉമ്മ കണ്ടില്ലേ എന്ത് ഹാപ്പി ആയിട്ട്, എന്ത് ഹോപ്പ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് അതിന്റെ റിസൾട്ട്സ് കിട്ടുന്നത് കണ്ടില്ല, ഉമ്മക്ക് ഇനിയും ചെയ്യാനുണ്ട്, എന്റെ ലൈഫ് എന്താ, ഞാനൊന്നും ആലോചിക്കുന്നില്ല, എന്താ ഇല്ലാത്തതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ മക്കൾ അത് റിയലൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളെ ചിന്ത അല്ലെ, നമ്മുടെ ലൈഫ്. എന്നാൽ നമ്മളോ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്നും ഇല്ലാതായതിന്റെ പേരിൽ ഫുൾ ഡിപ്രഷൻ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ട് എന്താ മക്കള് പഠിക്കുക? അപ്പോൾ നമ്മൾ ആ ഒരു ഗോൾ ഉണ്ടായിരിക്കുക, ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലാണ്ട് നമ്മളിപ്പം ഒരു പക്ഷെ ഇവിടെ പലരും പലതും പഠിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ? അതൊക്കെ ശരി, അതൊക്കെ അതിന്റെ പഠിക്കലിന്റെ ഒരു ഇൻപുട്ട് മാത്രമാണ്, അതൊന്നും ജീവിതത്തിന്റെ ലക്ഷ്യമല്ല. പഠനം കൊണ്ട് നമുക്ക് പലതും ചെയ്യാനുണ്ടാവും അല്ലെ? അപ്പം ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, എനിക്ക് ആ എക്സാം ആണ് എന്റെ ലക്ഷ്യം, ഈ എക്സാം ആണ് എന്റെ ലക്ഷ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് ജസ്റ്റ് അതിന്റെ സൈഡിൽ കൂടെ പോകേണ്ട ഒരു കാര്യം. അത് ഉപയോഗിച്ച് നമുക്ക് വേറെ പലതും ചെയ്യാനുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തരും അവനവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ ബെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ എന്തെങ്കിലും അക്കംപ്ലിഷ് ചെയ്യാനുണ്ടെന്നുള്ളതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം വേർത്ത് ആവുന്നത്.
ഓക്കെ, നമ്മളെ ജീവിതം ജീവിക്കാൻ മാത്രം ജീവിച്ച് വിലമതിക്കുന്ന ഒന്നായി മാറുന്നത്. നമുക്ക് എല്ലാവർക്കും അതുണ്ടായിരിക്കണം, എല്ലാവർക്കും അതുണ്ടായിരിക്കണം. ആരുടെയെങ്കിലൊക്കെ ലക്ഷ്യത്തിന്റെ പിന്നാലെ ഓടുന്നത് ഓക്കെ, ഒരു പരിധിവരെ നമ്മൾ എല്ലാവരുമായിട്ട് സഹകരിക്കണം. എല്ലാവരുടെ ലക്ഷ്യങ്ങളിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൊടുക്കണം. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇതുപോലെ അല്ലെ, ഓരോ ഇവന്റ്സ്, ഒരു റിമാർക്കബിൾ, ഒരു എന്താ പറയാ, ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ അല്ലോ ഇനി എന്താ ലൈഫിൽ സന്തോഷങ്ങളൊക്കെ അവസാനിച്ചല്ലോ എന്നുള്ള ഒരു അവസ്ഥയിൽ എത്താണ്ട് ഞാനും എന്റെ റബ്ബും ഈ ഭൂമിയിൽ അല്ലെ, സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം എന്റെ റബ്ബുമായിട്ട് എനിക്ക് കണക്ഷൻ ഉള്ളിടത്തോളം കാലം എനിക്ക് നിരാശ ഉണ്ടാവില്ല, എനിക്ക് പ്രതീക്ഷ ഉണ്ടാവും, എനിക്ക് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കാനുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ വരുമ്പം ഏത് തരത്തിലുള്ള ലക്ഷ്യങ്ങളായിരിക്കണം നമ്മൾ കയ്യിലെടുക്കേണ്ടത്, നമ്മളുടെ ഏത് തരത്തിലുള്ള ലക്ഷ്യങ്ങളായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. നമുക്കറിയാം മനുഷ്യന്മാർ പല വെറൈറ്റി ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരും അല്ലെ, സുബ്ഹാനല്ലാഹ്. അവനവന്റെ പ്രിഫറൻസിനനുസരിച്ച്, അവനവന്റെ കഴിവുകൾക്കനുസരിച്ച്, എക്സ്പീരിയൻസിനനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് സുബ്ഹാനല്ലാഹ് പലപ്പോഴും ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള, അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി സ്വയം ത്യാഗം ചെയ്തുകൊണ്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കുടുംബപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും, ലോങ് ടേം ഉണ്ടാവും, ഷോർട്ട് ടേം ഉണ്ടാവും അല്ലെ, പ്രയോജനപ്രദം ഉണ്ടാവും, മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ലക്ഷ്യങ്ങൾ പലതരത്തിൽ പല കാറ്റഗറീസ് ആയിട്ട് പല രീതിയിൽ ഓരോ ആൾക്കാരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ രണ്ട് വ്യക്തി എടുക്കുമ്പോഴും അത് വ്യത്യസ്തമായിരിക്കും. അപ്പം ഈ ഒരു ഇങ്ങനെ പല രീതിയിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് അരിച്ചിട്ട് അല്ലെ, കുറെ ലക്ഷ്യങ്ങളുടെ ഇടയിൽ അതിനെ ഒന്ന് അരിച്ചിട്ട് അതിനെ ഏറ്റവും മീനിങ് ആയിട്ട് അതിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ആവശ്യമാണ്. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്കൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ലോങ് ടേം ഉണ്ടാവും, ഷോർട്ട് ടേം ഉണ്ടാവും, കുടുംബത്തിലുണ്ടാവും, ജോലിയിലുണ്ടാവും, ദീനിലുണ്ടാവും. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഇതിനൊക്കെ ഒന്ന് അരിച്ച് കറക്റ്റ് ആയിട്ട് ട്രാക്കിൽ മീനിങ് ആക്കൽ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. ആൻഡ് ഇത് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് എല്ലാ ലക്ഷ്യങ്ങളും ആഖിറത്തിലെ പ്രയോജനം ഉണ്ടാക്കുന്നതിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ലക്ഷ്യത്തിന് നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും ആഖിറത്തിലേക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപകരിക്കുക എന്നുള്ളത്. ഇത് എന്താ ഒരു കംപ്ലീറ്റ് പിക്ചറാണ്, പ്ലസ് കുറച്ച് ഇന്റലക്ച്വലും കൂടെയാണ്. കുറച്ച് നമ്മൾ ചിന്തിക്കണം, തദബ്ബുർ ചെയ്യണം, ബുദ്ധിയുള്ള ആൾക്കാരുടെ ലക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ മാഷാ അല്ലാഹ് പക്ഷെ ഇവിടെ ഇന്ന് ക്ലാസ്സിൽ കയറിയവരെല്ലാവരും നമ്മുടെ തഫ്സീർ ക്ലാസ്സിലെ കുറച്ച് സമയമായിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെ. തദബ്ബുർ എന്താണെന്ന് ഇപ്പൊ ഞാൻ വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളെ ചിന്ത എപ്പോഴും വർക്ക് ചെയ്യുന്നതായിരിക്കണം. ഓരോ മൊമെന്റിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതെന്റെ ആഹാരത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള മുതൽക്കൂട്ടാണോ എന്ന്, അതായത് ഒരു ഫുൾ പിക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം. ഓരോ ചിന്തയും ഓരോ സ്റ്റെപ്പും നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കണം. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഇത് അവിടെ ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് ചിന്തിച്ചിട്ടായിരിക്കണം. അത്രയും സ്മോൾ ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. സുബ്ഹാനല്ലാഹ്. കാരണം അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം അത് നമ്മളെ സ്വഭാവത്തിനെ നമ്മൾ പോലും അറിയാതെ ഉയർത്തും. നമ്മൾ പോലും അറിയാണ്ട് അത് നമ്മൾ സ്വഭാവത്തിന്റെ ലെവലുകൾ, കാരണം എല്ലാത്തിലും നമ്മൾ ആഖിറം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ചിന്തയിലും ഓരോ സ്റ്റെപ്പിലും, അതായത് നമ്മൾ ചെയ്യുന്ന ദുനിയാവിയായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളാണെങ്കിൽ പോലും അവിടെയൊക്കെ നമ്മൾ ആഖിറം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം ഒക്കെ നമ്മൾ റബ്ബിന്റെ തൃപ്തിക്കായിട്ട് മാറ്റും അല്ലെ. നമ്മളെ വായിൽ നിന്ന് വരുന്ന ഒരു സംസാരം പോലും, നമ്മളുടെ ഒരു ആക്ഷൻ, നമ്മുടെ മുഖം കൊണ്ടുള്ള ഒരു എക്സ്പ്രഷൻ പോലും അത് മറ്റുള്ളവർക്ക് ഒരു വിഷമമാക്കാത്ത രീതിയിൽ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലൊക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തായിരിക്കും, ഇത് റബ്ബിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ വളരെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ മോശമായിട്ട് റിയാക്ട് ചെയ്യാനും അല്ലെ, അവരെ കുത്തി സംസാരിക്കാനും അല്ലെങ്കിൽ അടിക്കൂടെ വെച്ച് സംസാരിക്കാനൊക്കെ എളുപ്പമാണ്. കാരണം അത് എനിക്ക് വേണ്ടിയിട്ടുള്ള സംസാരം. പക്ഷെ റബ്ബിന് വേണ്ടിയിട്ടുള്ള സംസാരമാകുമ്പോൾ എന്താവും, നമ്മൾ ശ്രദ്ധിക്കും ഇത് റബ്ബിന് തൃപ്തിയുള്ളതാണോ, ഞാൻ അവരുടെ അടുത്ത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ അത് റബ്ബിന് തൃപ്തി ഉണ്ടാവോ. അപ്പൊ നമ്മൾ പോലും അറിയാതെ എല്ലാ മൊമെന്റിലും നമുക്ക് വേണ്ടി എഫേർട്ട് ഇടുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വഭാവം ഇങ്ങനെ മേലെ കയറി ഉത്കൃഷ്ടമായിക്കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. അത് നമ്മളെ ഗോളിനെ കൂടുതൽ ഷാർപ്പൻ ചെയ്യാനും ഓരോ മൊമെന്റിലും നമുക്ക് നമ്മളുടെ ഗോളിനെ ടെസ്റ്റ് ചെയ്യാൻ, ഗോളിനെ നമുക്ക് മാർക്ക് ഇടാൻ പറ്റും അല്ലെ. നമ്മളൊക്കെയും സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ഓരോ മൊമെന്റിലും നമുക്ക് നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ഇടാൻ പറ്റുമ്പോൾ നമ്മളില്ലേ, ന്യൂസ് സൗദിയിലൊക്കെ അല്ലെ 25 ടെസ്റ്റിനും മാർക്കുള്ളവർക്കാണ് നമ്മൾ
പ്രൈസ് കൊടുക്കുന്നത് അല്ലെ. അതുപോലെ നമ്മൾ ഓരോ മൊമെന്റിലെയും നമ്മളെ ടെസ്റ്റ് ചെയ്യണം. എന്റെ സ്വഭാവം, എന്റെ സംസാരം അല്ലെ. ഗോള് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഗോൾ അത് അവിടെ വെച്ചിട്ട് നമ്മൾ തോന്നിയ പോലെ പ്രവർത്തിക്കുകയും തോന്നിയ പോലെ സംസാരിക്കുകയും മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ്ലി എക്സാം എഴുതുന്ന ആൾക്കാരല്ല. നമ്മൾ തോന്നുമ്പോൾ എക്സാം എഴുതുന്ന, ഫ്രീ ആവുമ്പോൾ എക്സാം എഴുതുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ, ഒരു ബാധ്യത വരുമ്പോൾ മാത്രം നല്ല സ്വഭാവമാക്കിയിട്ട് പിന്നെ മോശം സ്വഭാവം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഓരോ മൊമെന്റും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അപ്പം അതിനുവേണ്ടി എന്തായിരിക്കണം, ശരിക്കും നമ്മളുടെ അക്ബർ ഹമ്മ പരലോകം ആയിട്ടുണ്ടാവും. അക്ബർ ഹമ്മ പരലോകം ആവുന്നത് എങ്ങനെയാന്ന് ടെസ്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ വീണ്ടും എല്ലാവരുടെ അടുത്തും പറയാണ്. നിങ്ങൾ കഴിഞ്ഞ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ എത്ര മണിക്കൂറാണെങ്കിലും ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിച്ച കാര്യം എന്താണെന്ന് ആലോചിക്കാം. ഓരോ സമയത്തും അത് ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ എപ്പോഴും ഒന്നായിരിക്കും. വാട്ടെവർ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് എന്താണെന്ന് ആലോചിക്കാം. അത് നമ്മളെ മക്കളെ കുറിച്ചോ, നമ്മളെ ഇണകളെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ഭാവിനെ കുറിച്ചോ, വീടിന്റെ വൃത്തിനെ കുറിച്ചോ, വീടുണ്ടാക്കുന്നതിനെ കുറിച്ചോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ അക്ബർ ഹമ്മ ദുനിയാവാണ്. അല്ലെങ്കിൽ എന്നെ ആളുകൾ പ്രശംസിക്കുന്നുണ്ടോ, എന്നെ ആളുകൾ അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് ആൾക്കാർ എന്നാലോ അത് പറഞ്ഞില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് ദുനിയാവാണ്. പക്ഷെ ഓരോന്നും റബ്ബെ ഞാൻ അത് ചെയ്തത് റബ്ബിന് തൃപ്തിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി കൂടുതൽ എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം, അതാണ് നമ്മൾ കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ അക്ബർ ഹമ്മ ആഹ്റമാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ആഹ്റമാണ്. ഓരോ മൊമെന്റിലും നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്ത വരും. ഓരോ മൂമെന്റിലും നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്ത വരും. ഓരോ പ്രാവശ്യം വായ തുറക്കുമ്പോഴും ആ ചിന്ത വരും. നമ്മളൊന്നും അവിടെ എത്തിയിട്ടുള്ള ആൾക്കാരേ അല്ല, ഞാൻ ഉൾപ്പെടെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. നമുക്ക് അക്ബർ ഹമ്മ ആഖിറം ആക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. അത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ഈ ഒരു ഹദീസ് പറയുന്നത് പോലെ. അപ്പം ലക്ഷ്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എല്ലാവരും അവനവന്റെ ലക്ഷ്യത്തിനെ കുറിച്ച് ചിന്തിക്കുക, എഴുതി വെക്കുക. അതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സും എടുത്ത് ദ്വാ ചെയ്ത്. പക്ഷെ അത് നമുക്ക് ഫാമിലി സീരീസിന്റെ ഭാഗമായിട്ട് ഈ ഒരു വിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ടായിരിക്കും അത് നമുക്ക് വിശദമായിട്ടൊന്ന് കാണണം. നമുക്ക് ഓരോരുത്തർക്കും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ അത് അപ്പോഴത്തേക്ക് ആരും വെക്കണ്ട കേട്ടോ. ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങുക, ഇപ്പോഴേ ദ്വാ ചെയ്ത് തുടങ്ങുക. ആ ഒരു ക്ലാസ് കുറച്ച് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പം ഇനി ഈ ദുനിയാവിനെ ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ദുനിയാവിനെ തേടുന്ന ആളുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ദുനിയാവിനെ തേടുക എന്ന് പറഞ്ഞത് ഈ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ തന്നെയാണ് അല്ലെ എല്ലാവരുടെയും. സുബ്ഹാനല്ലാഹ്, ദുനിയാവിൻ്റെതായ ഭംഗിയും ഒക്കെ നമ്മളെ ഹൃദയത്തിനെ പലപ്പോഴും കീഴടക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്തൊക്കെ ആഖിറത്തിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എവിടേക്കോ നമ്മൾ ദുനിയാവിൽ സ്റ്റക്ക് ആവാറുണ്ട്. ദുനിയാവിന്റെ വിവിധ ഭാഗങ്ങൾ അല്ലെ. ചിലർക്ക് സമ്പത്താണെങ്കിൽ, ചിലർക്ക് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ കുടുംബത്തിന്റെ ഉന്നതി, കുട്ടികളുടെ സ്റ്റേറ്റസ്, അല്ലെങ്കിൽ സ്വയം സെൽഫ് ഒരു ഇമേജ് അല്ലെ, സ്വന്തം പ്രൈസ്, ആളുകളുടെ എന്താ പറയാ അംഗീകാരം കിട്ടുക, പവർ അല്ലെ, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കുക. അങ്ങനെ പല കാര്യങ്ങളും ദുനിയാവിൻ്റെതായ പല കാര്യങ്ങളിലും പെട്ടുപോകാറുണ്ട്. ഇതൊക്കെ ദുനിയാവിന്റെ പ്ലഷേഴ്സിൽ അല്ലെങ്കിൽ ഇച്ഛകളിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഇതിനോടൊക്കെ നമ്മുടെ മനസ്സ് നാച്ചുറലി ആഗ്രഹിക്കുന്നവരുമാണ്. നമ്മളെ മനുഷ്യനെ അങ്ങനെയാ അള്ളാഹ് ഉണ്ടാക്കിയിട്ടുള്ളത്. അള്ളാഹു അത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെ അതൊക്കെ നാച്ചുറൽ ഡിസയർ ആയതുകൊണ്ട് തന്നെ അതല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അത് മാത്രം നമ്മുടെ ഗോളുകളായി മാറുമ്പോൾ, അല്ലെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോളായി മാറുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. ഈ പറഞ്ഞതൊക്കെ നമുക്ക് സമ്പത്തിനോടുള്ള ആഗ്രഹം ഒരു പരിധിവരെ മനുഷ്യന്മാർക്ക് ഉണ്ടാവും, മനുഷ്യന്മാരുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ ചെറിയ തോതിൽ നമുക്ക് അംഗീകാരവും പ്രൈസും ഒക്കെ ആവശ്യമാണ്. കാരണം നമ്മൾ മനുഷ്യരായ സ്ഥിതിക്ക് നമുക്ക് ഒരു സപ്പോർട്ട്, ഒരു ബാക്ക്, ഒരു ഓക്കെ യു ആർ ഓക്കെ അല്ലെങ്കിൽ യു ആർ ഗുഡ് എന്ന് പറയുന്നത് കേൾക്കൽ നമ്മളുടെ ആവശ്യമാണ്. ഇതൊക്കെ നമ്മളുടെ ആവശ്യങ്ങളാണ്. ഫെയിം കുറച്ചെങ്കിലും മനുഷ്യന്മാരുടെ ആവശ്യമാണ്. കുടുംബത്തിന്റെ വെൽനെസ്, വീടിന്റെ വെൽനെസ് ഒക്കെ നമ്മളുടെ ആവശ്യമാണ്. പക്ഷെ അത് നമ്മളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, അത് മാത്രം നമ്മുടെ ലക്ഷ്യമായി പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്, ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ് എന്നുള്ളത് വരുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. നമുക്ക് തന്നെ നമ്മളുടെ സ്വന്തം സംസാരങ്ങളും മറ്റുള്ളവരുടെ സംസാരങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്,
കുറച്ചു നേരം നമ്മൾ ഒരാളടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇതുപോലെയുള്ള ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങളും അതിനെ കുറിച്ചുള്ള കൺസേൺസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അക്ബർ ഹമ്മ ഇപ്പോഴും ദുനിയാവ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെ സ്വയം നമ്മൾ വീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ അക്ബർ ഹമ്മ ദുനിയാവ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ മനുഷ്യന്റെ നാച്ചുറൽ ഡിസയേഴ്സ് ആണ്, മനുഷ്യന്റെ നാച്ചുറൽ ആവശ്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആവശ്യങ്ങളോട് കൂടി തന്നെയാണ് നമ്മളൊക്കെ ഭൂമിയിൽ ഇട്ടിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ കൂടെ, നമ്മുടെ ലക്ഷ്യത്തിന്റെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആവുന്നിടത്താണ് നമ്മൾ ഫെയിൽ ആവുന്നത്. സുബ്ഹാനല്ലാഹ്. ഓരോ ഓരോ ഗോളുകളും നമ്മുടെ ജീവിതത്തിൽ ഓരോ ഗോളുകളും അതിൻ്റെതായ പ്രയോറിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ സെറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ നമ്മുടെ ലക്ഷ്യം അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളും. ഓക്കെ, അപ്പം ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ എന്താണോ ലക്ഷ്യമാക്കി എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ചിന്തയും പ്രവർത്തനങ്ങളും എല്ലാം, നമ്മുടെ ആക്ഷനും നമ്മുടെ ഈവൻ ഫേഷ്യൽ എക്സ്പ്രഷൻ പോലും അതിനനുസരിച്ച് മാറും. സുബ്ഹാനല്ലാഹ്. അതിനനുസരിച്ച് നമ്മൾ ദുനിയാവിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ഈ കാര്യം നടക്കണമെങ്കിൽ ആ കാര്യത്തിനനുസരിച്ചായിരിക്കും ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് ഡീൽ ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ, അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ആഖിറമാണ് നമ്മൾ ലക്ഷ്യമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്തുള്ള, അതായത് ദുനിയാവില് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറയാം, നമ്മളൊക്കെ ഒരു പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിന്റെ വലിയൊരു വർഷങ്ങളോളം കൺസ്യൂം ചെയ്ത ഒരു കാര്യമാണ് എന്നെ കുറിച്ച് ആരും ഒന്നും മോശം പറയരുത്, അല്ലെ? പ്രത്യേകിച്ച് കല്യാണം കഴിച്ച ആയിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ആരും, അല്ലെ, അവരൊന്നും എന്നെ കുറിച്ച് മോശം പറയരുത്. അപ്പൊ നമ്മളുടെ എഫേർട്ട് മുഴുവനും അതിനു വേണ്ടിയായിരിക്കും, അല്ലെ? രാവും പകലുള്ള ചിന്ത മുഴുവനും അതിനു വേണ്ടിയായിരിക്കും. നമ്മൾ അതിനു വേണ്ടി ഏതറ്റം വരെയും പോകും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളുടെ അക്ബർ ഹമ്മ ആഹ്റമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹ് എന്നെ കുറിച്ച് മോശം പറയരുതെന്ന്, അല്ലെ? അപ്പം അത് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ എഫേർട്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ദുനിയാവിൽ നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകും. എന്തെങ്കിലും നമുക്ക് പാളി പോയി കഴിഞ്ഞാൽ, ആരെങ്കിലും നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും നമ്മൾ മോശമാക്കി കണ്ടു കഴിഞ്ഞാൽ, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, റബ്ബെ നീ എനിക്ക് അതിനുള്ള പ്രതിഫലം തരണം, അല്ലെ? നമ്മൾ അതന്നെ ചിന്തിച്ച് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിട്ട് നമ്മളെ സമയം കളയില്ല. അപ്പം നമ്മളെ ലക്ഷ്യം അത് ഈവൻ ഒരു കുഞ്ഞു വികാരത്തിന്റെ പേരിലുള്ള ഒരു ലക്ഷ്യമാണെങ്കിൽ പോലും അത് നമ്മുടെ പ്രയോറിറ്റീസും നമ്മുടെ ചിന്തകളെയൊക്കെ അത് ശരിക്കും ഭരിക്കും അത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മളെ അറ്റാക്കിംഗ് മോഡിൽ ആരെങ്കിലും സംസാരിച്ചാൽ പോലും നമ്മൾ ഭയങ്കര കാമായിട്ട് കൂളായിട്ട്, കാരണം നമുക്കറിയാം എന്റെ ഹൃദയം അള്ളാഹ് നേരിട്ട് കാണുന്നുണ്ട്, അള്ളാഹ്ക്ക് അറിയാം, അല്ലെ? അപ്പൊ ഞാൻ അവരുടെ അടുത്ത് എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് അള്ളാഹ് കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന വാല്യൂസ്, നമ്മളെ സംസാരം, നമ്മളെ ചിന്തകളൊക്കെ നമ്മളെ ലക്ഷ്യത്തിനനുസരിച്ച് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം അത് നമ്മളെ തന്നെ എന്താണ് അളക്കുന്ന ഒരു അളവ് പോലും കൂടെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആഹ്റം തേടുക എന്നുള്ളതും ദുനിയാവ് തേടുക എന്നുള്ളതും രണ്ടും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വഴികൾ തന്നെയാണ്. നമ്മൾ എത്ര തന്നെ ആഹ്റം തേടുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും നമ്മളുടെ ഉള്ളിൽ നമ്മൾ ദുനിയാവ് തേടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ഓരോ ചലനത്തിലും അത് റിഫ്ലക്ട് ചെയ്യും. ഓരോ ചലനത്തിലും അത് റിഫ്ലക്ട് ചെയ്യും. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ഹൂദില് അല്ലാഹു സുബ്ഹാനഹു വ തആല 15-16 ആയത്തുകളിൽ പറയുന്നുണ്ട്, മൻ കാന യുരീദുൽ ഹയാത്ത ദുനിയ വസീനതഹാ nuwaffi ഇലൈഹിം അഅ്മാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ഐഹിക ജീവിതത്തെയും അതിന്റെ അലങ്കാരത്തെയും ആണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ ഇഹലോകത്ത് വെച്ച് നാം അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതാണ്. അവർക്ക് അവിടെ യാതൊരു കുറവും വരുത്തപ്പെടുകയില്ല. സുബ്ഹാനല്ലാഹ്. ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ വഹബിത മാ സനഉ ഫീഹാ വബാതിലുൻ മാ കാനൂ യഅമലൂൻ. പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നും കിട്ടാനില്ലാത്തവരാകുന്നു അക്കൂട്ടർ. അവർ ഇവിടെ പ്രവർത്തിച്ചതെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഫലശൂന്യമത്രേ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ചിന്തിക്കണം, അല്ലെ? നമ്മളൊക്കെ ഒരു പക്ഷെ ഫുൾ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കില്ല. പക്ഷെ നമ്മളുടെ ആഹാരത്തിന്റെ ഇടയിലും ഫുൾ ഇടയ്ക്കിടയ്ക്ക് ദുനിയാവ് കയറി വരുന്നത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഫലശൂന്യമായി പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈവൻ നമ്മളെ കുടുംബത്തിനെ കുറിച്ചുള്ള കൺസേണിൽ പോലും നമ്മൾ ആഹാരം കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് പലപ്പോഴും നമുക്ക് ഫലശൂന്യമായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ഓരോ ആയത്തുകളും പല ലെവലുകളാണ്. തീരെ ഫുൾ ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവരും ഉണ്ടാവും, ഇതിനകത്ത് ആഹാരത്തിന് വേണ്ടി ഓടിയിട്ട് അതിൽ ദുനിയാവ് കടന്നു വരുന്നവരുണ്ടാവും, പല രീതിയിൽ. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലശൂന്യമാവാനുള്ള സാധ്യത. സുബ്ഹാനല്ലാഹ്. അപ്പം
പരലോകത്തിന് ശരിക്കും ദുനിയാവ് ഒരു കോൺഫ്ലിക്റ്റ് ആണല്ലോ, ഒരു തടസ്സം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ലൈഫിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ, അക്ബർ ഹമ്മ ഈ ലൈഫ് മാത്രമായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അതിന്റെ ഷെയർ കിട്ടുകയും ചെയ്യും. നമ്മളത് കാണാറുണ്ട് അല്ലെ, ചിലരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് ദുനിയാവ് മാത്രമാണ്, അവർക്ക് നല്ല അടിപൊളിയായിട്ട് അവർക്ക് ദുനിയാവ് കിട്ടാറുണ്ട്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രോമിസ് ആണ്, അത് അള്ളാഹ് അവർക്ക് കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ആഖിറം ആഗ്രഹിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ദുനിയാവ് കിട്ടാറില്ല അല്ലെ. നമ്മൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ നിന്ന് അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആഖിറം അതിഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ പ്രവർത്തനങ്ങളിൽ അങ്ങോട്ട് നമ്മൾ എത്തുന്നില്ല, വലിച്ചിട്ട് എത്തുന്നില്ലെങ്കിൽ അള്ളാന്റെ സഹായമായിട്ട് അള്ളാഹ് എന്ത് ചെയ്യും, ദുനിയാവിൽ നിന്ന് പലതും നമുക്ക് പിടിച്ചു വെക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ കൂടുതൽ കൂടുതൽ ആഖിറത്തിലേക്ക് വേണ്ടി ഓടിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം മാത്രമാണ്. അപ്പം ആ ദുനിയാവിന് വേണ്ടി മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ വെച്ച് തന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ് അങ്ങോട്ട് കഴിഞ്ഞു പോകും. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും എക്സ്പയറി ഡേറ്റ് ഇവിടുത്തെ അവരുടെ ആയുസിന്റെ അവസാനം വരെയാണ്. അതെല്ലാം ഇവിടെ കഴിയുകയും ചെയ്യും. അള്ളാഹു അവർക്ക് വേണ്ടത് ഇവിടെ കൊടുക്കുകയും ചെയ്യും. അള്ളാഹിന്റെ അടുത്തേക്ക് കൈ ഒന്നും ഇല്ലാണ്ട് മലർത്തിയിട്ട് എംപ്റ്റി ഹാൻഡഡ് ആയിട്ട് പോകേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഏതൊരു വ്യക്തിക്കും ഈ ദുനിയാവില് അൾട്ടിമേറ്റ് കൺസേൺ അക്ബർ ഹമ്മ ശരിക്കും ഒന്നേ ഉണ്ടാവാൻ പറ്റുള്ളൂ, ഒന്നേ ഉണ്ടാവാൻ കഴിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ആ ഒരു കാര്യം മറ്റുള്ളതിനെ എല്ലാത്തിനെയും ഭരിക്കും. അപ്പം നമ്മളുടെ അക്ബർ ഹമ്മ ഇപ്പോഴും ആഖിറം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ചിന്തയിലും ഓരോ പ്രവർത്തനത്തിലും ഓരോ സംസാരത്തിലും പലപ്പോഴും നമുക്ക് പലരിടത്തും വളരെ മോശമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ അക്ബർ ഹമ്മ ആഖിറം ആണെങ്കിൽ നമ്മൾ അവിടെ ചിന്തിക്കും, അല്ലെ ശരിയല്ല, ഇത് റബ്ബിന്റെ അടുത്ത് പോകേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ മാതൃകയാവേണ്ട ആൾക്കാരാണ്. ഒരുപക്ഷെ അവർക്ക് രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം, പക്ഷെ നമ്മളെ മാതൃകയാവേണ്ട ആൾക്കാരാണ് നമ്മൾ ചിന്തിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോ കാര്യം ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നമ്മൾ ചിന്തിക്കും. നമ്മളെ കുട്ടികളൊക്കെ എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മോശം തെറ്റ് കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അഹികമായിട്ട് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പം അവർക്ക് രണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ചീത്ത പറയാന്നുള്ളതാണ് നാച്ചുറലി നമുക്ക് അവിടെ വരുന്നത് അല്ലെ. പക്ഷെ നമ്മൾ ആഖിറത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ ദഅവയാ ചെയ്യുന്നത് എന്റെ കുട്ടീന്റെ അടുത്ത്, അല്ലെ എന്റെ കുട്ടി നാളെയെങ്കിലും ദീനിലേക്ക് വരണമെങ്കിൽ ഇന്ന് ഞാൻ മാതൃകയായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഷിക്കുകളുടെ ഇടയിൽ ഉണ്ടാക്കിയ പോലെ, അൽ അമീന സിദ്ദീഖ് എന്നുള്ള പേരുകൾ ഉണ്ടാക്കിയതുപോലെ ഞാൻ ഇന്ന് അവർക്ക് മാതൃകയായിരിക്കണം എന്ന് നമ്മളെ മനസ്സിൽ ആ ചിന്ത അപ്പൊ ഓടിയെത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആടാ കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം, ഇതെല്ലാം ഉണ്ട് ശരി മോനെ, പക്ഷെ നിനക്ക് പറ്റിപ്പോയില്ലേ, കുഴപ്പമില്ല. അപ്പം നമുക്കൊന്നും ഇപ്പോഴും അക്ബർ ഹമ്മ ആഖിറം അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മളെ മക്കളുടെ അടുത്ത് പോലും അല്ലെ ആ ഒരു രീതിയിൽ നാളെ ദഅവ ചെയ്യാനുള്ള സാഹചര്യം ഇന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തത്. നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്റെ കുട്ടി ഇപ്പം അനുസരിക്കണം എന്ന് വിചാരിക്കുന്നത് തന്നെ നമ്മുടെ അക്ബർ ഹമ്മ ദുനിയാവായത് കൊണ്ടാണ്. കാരണം എന്റെ കുട്ടി ഇന്ന് തന്നെ നിസ്കരിച്ചിട്ട് നോമ്പ് നോട്ടിട്ട് നമുക്ക് ഇന്ന് തന്നെ കൺകുളിർമ കിട്ടണം എന്നുള്ളത് കൊണ്ട്. ഒരുപക്ഷെ ഈ കൺകുളിർമ കിട്ടുമ്പോൾ ആ കുട്ടീന്റെ ഹൃദയത്തിൽ ഈമാന്റെ വിത്തൊന്നും ഉണ്ടാവില്ല. ഉമ്മ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ആ കുട്ടി നാളെ തല തിരിഞ്ഞു പോകും. പക്ഷെ നമുക്ക് അത് എന്താണ്, ദുനിയാവ് അക്ബർ ഹമ്മ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ അതിന്റെ റിസൾട്ട് കിട്ടണം. സുബ്ഹാനല്ലാഹ്. ആഖിറം അക്ബർ ഹമ്മയാണെങ്കിൽ ഇതെന്റെ ഇബാദത്താണ്, ഈ ദഅവ എന്റെ ഇബാദത്താണ്, ഇത് ദഅവ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഞാൻ എന്റെ കുട്ടീന്റെ അടുത്ത് പെരുമാറുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കുക. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു ഹൃദയത്തിലും ദുനിയാവും ആഖിറവും ഒരേ സമയത്ത് ഒരേപോലെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റൂല. ഓക്കെ, എപ്പോഴും ഒന്ന് മേലെ നിൽക്കണം, ഒന്നായിരിക്കണം അക്ബർ ഹമ്മ, ഒന്നായിരിക്കണം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ. അതായിരിക്കണം നമ്മളുടെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും ഒക്കെ ഭരിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഡീൽ ചെയ്യുമ്പോഴും അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളെ ഭരിക്കേണ്ടത് നമ്മുടെ അക്ബർ ഹമ്മയാണ്, ഭരിക്കാൻ നമ്മുടെ അക്ബർ ഹമ്മയാണ്. അത് പക്ഷെ ആഖിറം ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് ചോയ്സിനെയും സൂറത്ത് ശൂറയിലെ 20-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫി ഹർസിഹി വമൻ കാന യുരീദു ഹർസ ദുനിയ നുഅ്തിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. വല്ലവനും പരലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന്റെ കൃഷിയിൽ നാം അവന് വർധനവ് നൽകുന്നതാണ്. വല്ലവനും ഇഹലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാം അവന് അതിൽ നിന്ന് നൽകുന്നതാണ്. അവന് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല. ഫിൽ ആഖിറതി മിൻ നസീബ്, യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ് പറയുന്നത് നമ്മള് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഓരോ മൊമെന്റിലും നമ്മൾ ആഖിറത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ആണെങ്കിൽ അള്ളാഹു കൃഷിയിൽ വർധനവ് തരും.
നമ്മളുടെ ആ കൃഷിയിൽ വർധനവ് തരണം എന്നാലോചിച്ച് ഓരോ നിമിഷവും നമ്മൾ ആ വിത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ചെടീനെ ഇങ്ങനെ അങ്ങനെ വളർത്തി പടർത്തി പന്തലിച്ച് പെരുപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മള് അക്ബർ ഹമ്മ ആഹ്റ എന്ന് പറഞ്ഞിട്ട് ദുന്യാവിയായിട്ടുള്ള ചിന്തകളിലും ദുന്യാവിയായിട്ടുള്ള സംസാരങ്ങളിലും അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപഴകുമ്പം അള്ളാഹു എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ കൃഷി അല്ലെ, ഇവിടുത്തെ കൃഷിക്ക് അള്ളാഹു റിസൾട്ട് തരും. അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരുപാട് ചിന്തിക്കാറുണ്ട് അല്ലെ, ഓരോ സ്റ്റെപ്പിലും ഓരോ വാക്കിലും ഓരോ നോക്കിലും നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ചിന്തിക്കാനുണ്ട്. ആൻഡ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ നഷ്ടം എന്താന്ന് വെച്ചാല്, ഇവിടെ ദുനിയാവിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ച് ദുനിയാവിന് വേണ്ടി സംസാരിക്കുന്നവർക്ക് അള്ളാഹ് ദുനിയാവ് കൊടുക്കും എന്ന് പറയുമ്പോൾ, ഈ ദുനിയാവിൽ എന്ത് കാര്യമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി അവനെ എഴുതിയിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ ആ ഹദീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അത് കണ്ടിരുന്നു. അവന് വേണ്ടി ഓൾറെഡി അള്ളാഹു അത് എഴുതിയിട്ടുള്ളതാണ്. അതന്നെ അവന് കിട്ടുള്ളൂ. ഇനി എത്ര എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും അതേ കിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ് അല്ലെ. പലപ്പോഴും നമ്മള് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അതിഭയങ്കരമായിട്ട് അല്ലെ കുറെ പോയിന്റ്സ് ഒക്കെ ഇട്ടിട്ട് വാദിക്കാറൊക്കെ ഉണ്ട്. ആരെങ്കിലും നമുക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാലും ഒക്കെ അതൊക്കെ നമ്മളുടെ അക്ബർ ഹമ്മ ദുനിയാവായതുകൊണ്ട്. കാരണം എന്നെ കുറിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ പുറത്ത് പോകണ്ട എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലും ആ പ്രശ്നം പലപ്പോഴും കറങ്ങി തിരിഞ്ഞ് നമ്മൾ ജീവിതത്തിൽ കടന്ന് കളിക്കുന്നത് കാണാം. എന്തുകൊണ്ടാ? നമുക്ക് ദുനിയാവിൽ ആ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ എഴുതിയിട്ടുള്ളത് അതേ വരുള്ളൂ. പക്ഷെ അതേസമയം അവർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്റെ റബ്ബിനെ എന്നെ അറിയാം അല്ലെ, എന്തെങ്കിലും ഒരു പോയിന്റ് അവിടെ പറഞ്ഞിട്ട് അതിനെ അങ്ങ് ക്ലോസ് ചെയ്ത് എന്റെ റബ്ബ് എന്നെ സഹായിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം. അവരെന്നെ നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് കാണാൻ സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാ? അള്ളാഹു ഈ ആഖിറത്തിലേക്കുള്ള വിത്തിട്ടത് അള്ളാഹു അതിനെ പടർത്തി പന്തലിച്ച് പെരുപ്പിച്ച് വലുതാക്കിയത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. ശരിക്കും ബുദ്ധിയുള്ളവന്റെ ലക്ഷണമാണ് അക്ബർ ഹമ്മ ആഹ്റാക്ക എന്നുള്ളത്. ജീവിതത്തിൽ മടിയുള്ളവരുടെ ലക്ഷണമാണ് അക്ബർ ഹമ്മ ആഹ്റാക്ക എന്നുള്ളത്. കാരണം അള്ളാഹ് നോക്കിക്കോളെങ്കിൽ നമ്മൾ എന്തിനാ ഇത്ര എഫേർട്ട് ഇടുന്നേ അല്ലെ? ഓരോ കാര്യത്തിനും അള്ളാഹ് എന്റെ ജീവിതം നോക്കിക്കോളെങ്കിൽ നമ്മൾ എന്തിനാ ഇതിനെ കുറിച്ച് എന്നെ തിരിച്ചും മറിച്ചും ആലോചിച്ച്, എന്നാൽ അവരത് പറഞ്ഞില്ലേ, ഇവരിത് ചെയ്തില്ലേ, എന്റെ കുട്ടി അങ്ങനെ ആയി പോയില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് അതൊക്കെ അള്ളാഹ് നോക്കിക്കോളൂ അല്ലെ. നമ്മൾ അള്ളാന്റെ ദീനിനെ നോക്കുക. അള്ളാന്റെ ദീനിനെ വേണ്ടി നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നാലെ ദുനിയാവ് വന്നിട്ട് നമ്മളെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കും. സൂറത്ത് ഇസ്രായിൽ അള്ളാഹു 18 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട്, من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا. ക്ഷണികമായതിനെ, അതായത് ഇഹലോകത്തെയാണ് വല്ലവരും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് അഥവാ അവരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ വേഗത്തിൽ നൽകുന്നതാണ്. പിന്നെ നാം അങ്ങനെയുള്ളവന് നൽകുന്നത് നരകമായിരിക്കും. അപമാനിതനും പുറന്തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് അവൻ അതിൽ കടന്ന് ഇരിയുന്നതാണ്. ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ പക്ഷെ എക്സ്ട്രീം ആയിട്ടുള്ള ഈ ലോകത്തെ ചിന്തിക്കുന്നവരെ കുറിച്ചായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ അത്രയും നരകം ഉറപ്പാക്കുന്നത്. പക്ഷെ നമുക്കൊക്കെ നമ്മൾ ഇതിന്റെ ഇടക്കുള്ള ആൾക്കാരാണ്. ആഖിറെന്ന് വിചാരിക്കുന്നു, പക്ഷെ പലപ്പോഴും ദുനിയാവിൽ പെട്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ട് നമ്മൾ നഷ്ടക്കാരിൽ പെട്ടവരായിക്കോളും. അതായത് പെട്ടെന്ന് നമുക്ക് കിട്ടേണ്ട നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ പലപ്പോഴും നമ്മൾ നിന്ദ്യരായി പോവാറുണ്ട് അല്ലെ ദുനിയാവിൽ തന്നെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളെല്ലാം ആഖിറത്തിന് വേണ്ടി ചിന്തിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ റാങ്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതായിട്ട് കാണാം. സുബ്ഹാനല്ലാഹ്. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം സ്വീകരിക്കപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നഷ്ടക്കാരിൽ പെട്ടു പോകരുതല്ലേ നമ്മള്. ഇക്കൂട്ടരെയും അക്കൂട്ടരെയും, അതായത് ആദ്യം ഇഹ്ലോകം ഉദ്ദേശിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് പരലോകം ഉദ്ദേശിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു പറയാണ് ഇക്കൂട്ടരെയും അക്കൂട്ടരെയും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ്. അതാണ് ഇതിന്റെ വേറൊരു വലിയ പോയിന്റ്. സുബ്ഹാനല്ലാഹ്. ഇവർ രണ്ടു കൂട്ടരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ച് സഹായിക്കും. നിന്റെ രക്ഷിതാവിന്റെ ദാനത്തിൽ പെട്ടതത്രേ അത് നിന്റെ രക്ഷിതാവിന്റെ ദാനം തടഞ്ഞ് വെക്കപ്പെടുന്നതല്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹു രണ്ടു കൂട്ടരെയും സഹായിക്കും. ശരിക്കും നമ്മളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പം നമ്മളെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ദീനിന്റെ മാർഗത്തിൽ പല പ്രശ്നങ്ങളും സ്പ്ലിറ്റുകൾ വരാറുണ്ട് അല്ലെ. പല ഗ്രൂപ്പുകളും തമ്മിൽ സ്പ്ലിറ്റ് വരുമ്പം
ഒരു പക്ഷെ ഒരു സൈഡ് വിചാരിക്കണം നമ്മളില്ലാതെ അവരെന്ത് ചെയ്യുന്നു എന്ന് കാണണം അല്ലെ. അങ്ങനെ സ്വാഭാവികമാണ്. ഒരു പക്ഷെ ഒരു പാർട്ടായിരിക്കും അതിന്റെ വലിയൊരു സ്ട്രെങ്ത്. അപ്പം ഇവരങ്ങോട്ട് സപ്പോർട്ട് പിൻവലിക്കുമ്പോൾ നമ്മൾ തന്നെ അത് ചെയ്തുകൊണ്ട് നമ്മളില്ലാതെ ഇവരത് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണണം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ രണ്ട് ഗ്രൂപ്പും ഒരുപോലെ തഴച്ചു വളരുന്നത് നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് കാണാറുണ്ട് അല്ലെ, പല ഗ്രൂപ്പുകളും. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാ? ഇതൊക്കെ അള്ളാന്റെ ദാനത്തിൽ പെട്ടതാ. അള്ളാന്റെ ദാനം തടയൂല. സുബ്ഹാനല്ലാഹ്. അതേസമയം അവർ സഹകരിച്ചു നിന്നിട്ടുണ്ടായിരുന്നെങ്കിലോ അത് ആഖിറത്തിന് വേണ്ടിയായിരുന്നു അല്ലെ, ദുനിയാവിന് വേണ്ടി ആയതുകൊണ്ടാണ് അവർ തമ്മിൽ സ്പ്ലിറ്റ് ആയി പോയത്. സപ്പോർട്ട് അങ്ങോട്ട് പിൻവലിക്കുക, ഞാനില്ലാണ്ട് ഓരോന്ന് നിൽക്കുന്നത് കാണണം, വെറുതെ വിചാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുന്റെ വജഹ് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹുന്റെ സഹായം ഇറക്കും. അതിനി ആഖിറമല്ല ദുനിയാവ് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അള്ളാഹുവിന്റെ സഹായം ഇറക്കും. അത് അള്ളാഹുവിന്റെ ദാനത്തിൽ പെട്ടതത്രേ. അപ്പൊ നമ്മൾ ആഖിറം ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പരമാവധി സഹകരിച്ച് കൊടുത്തോണ്ട് ആരാണെങ്കിലും അവരെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് തഴച്ചു വളരാൻ പറ്റുന്നത് എന്താണോ അത് നമ്മൾ കൊടുത്തോണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ കൊടുത്തിട്ട് നമ്മൾ നല്ലത് കൊടുത്ത് അവർ നന്നായി പോണ്ട അല്ലെ, ഞാൻ സഹായിച്ചതിന്റെ പേരിൽ അവർ നന്നായി പോണ്ടെന്ന് നമ്മൾ ചിന്തിക്കൂല. കാരണം നമ്മൾ ഈ ചെയ്യുന്നത് റബ്ബിന് വേണ്ടിയിട്ടാണ്. അപ്പം അതവിടെ തഴച്ചു വളരും. എല്ലാവരും അവരവരുടേതായ രീതിയിൽ വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവിടെ ശരിക്കും എന്താ വളരുന്നത്? നമ്മുടെ ദീന വളരുന്നത് അല്ലെ. പക്ഷെ ഈ സ്പ്ലിറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ദീനിനെ നമ്മൾ തളർത്തി കളയണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഒരു സാഹോദര്യത്തിലേക്ക് ഇബ്ലീസ് ഒരുപാട് കൊണ്ടുവന്ന് വിത്ത് ഇട്ടിട്ട് പോകട്ടോ. നമ്മളൊക്കെ നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ നാളെ ദീനിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ്. സ്പ്ലിറ്റുകൾ പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരും. പലതരത്തിലുള്ള ബഗയകള് ഖുർആനിൽ ഉടനീളം പറഞ്ഞിട്ടുള്ള കാര്യം അല്ലെ. അവർ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം ബഗയൻ ബൈനഹും അല്ലെ, അവരുടെ തമ്മിലുള്ള വിദ്വേഷം, അവർ തമ്മിലുള്ള അസൂയ, ഇതൊക്കെ കൊണ്ട് ഇബ്ലീസ് വരും. പക്ഷെ മനസ്സിലാക്കുക, നമ്മൾ എത്ര വിദ്വേഷം എത്ര വെറുപ്പ് കാണിച്ചിട്ട് നമ്മൾ അവരിൽ നിന്ന് മാറി നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സപ്പോർട്ട് അവർക്ക് ഇറങ്ങും. അപ്പൊ നമ്മൾ അതിന് കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേട്ടം അല്ലെ. അള്ളാഹ് എന്തായാലും അവരെ സഹായിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ചിന്തിക്കുക, അള്ളാന്റെ സഹായം എല്ലാവർക്കും എത്തും. പക്ഷെ പരലോകത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർക്ക് അതങ്ങനെ പടർന്ന് പന്തലിച്ച് 10 മടങ്ങാവും. പരലോകത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർക്ക് അള്ളാഹ് കൊടുക്കും. പക്ഷെ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് നമ്മൾ ഈ ഹദീസിനകത്ത് പറഞ്ഞ ഒരു കാര്യം അല്ലെ. ഇന്ന് ഈ ദുനിയാവിന്റെ കാര്യത്തിനെ കുറിച്ചുള്ള എക്സസീവ് കൺസേൺ, അക്ബർ ഹമ്മ, സുബ്ഹാനല്ലാഹ്, അതൊരിക്കലും നമുക്ക് അധികമായിട്ടൊന്നും തരുന്നില്ല. ദുനിയാവിൽ അള്ളാഹ് എഴുതി വെച്ചിട്ട് തരുന്നു മാത്രം അല്ലാണ്ട് നമ്മളെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയല്ലാണ്ട് വേറെ ഒന്നും തരുന്നില്ല. സുബ്ഹാനല്ലാഹ്. ദുനിയാവിന്റെ ആവശ്യങ്ങൾ ഒരിക്കലും തീരുന്നില്ല, അത് തീർന്നുകൊണ്ടേയിരിക്കും. ആ കൺസേൺസ് നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം നമ്മൾ ദുനിയാവ് ആഗ്രഹിക്കുന്നു അത്രത്തോളം അത് നമ്മളെ പല പല വഴികളിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക. അത് ചെയ്യും ഇത് ചെയ്യും, ഷോലിന്റെ മേല് ഷോലായിട്ട് പണികളുടെ മേലെ പണിയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അവസാനം നമ്മളങ്ങ് തകർന്ന് തരിപ്പണങ്ങ് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ദുനിയാവ് നമ്മളെ വലിച്ചു കൊണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദുനിയാവ്, അതായത് ദുനിയാവിന്റെ ലോലി ആയിട്ടുള്ള, അതായത് തരം താഴ്ന്ന കാര്യം ദുനിയാവിന് വേണ്ടി ആഗ്രഹിച്ച് ഓടുന്നവർക്ക് അതിന്റെ ആ ഫ്രൂട്ട്സിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അള്ളാഹു അവരെ വിടും. നിങ്ങൾ ആ ദുനിയാവിന്റെ സന്തോഷങ്ങൾ അനുഭവിച്ചോളൂ. കൊടുക്കും അള്ളാഹ് ധാരാളമായിട്ട് ദുനിയാവിയായിട്ടുള്ള സന്തോഷങ്ങൾ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതിനകത്ത് അള്ളാഹു അവരെ മുക്കും. അത് വീണ്ടും വീണ്ടും എടുക്കാൻ വേണ്ടിക്കണം. എത്രയും ചെയ്തപ്പോൾ അത് കിട്ടിയില്ല, എന്നിട്ട് കുറച്ചും കൂടെ എടുക്കട്ടെ. ആ ഒരു പ്ലഷറും കൊടുക്കും, അതിന്റെ കൂടെ പ്രഷറും കൊടുക്കും. അവർ അതിന്റെ മുകളിൽ തന്നെ അവർ പണി അതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അള്ളാഹു അവരെ അങ്ങോട്ട് വിടും. നിങ്ങൾ അങ്ങോട്ട് കളിച്ചോ എന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതിന്റെ പുറമെ അള്ളാഹു എന്ത് ചെയ്യും? അവരുടെ കാര്യങ്ങൾ ചിന്നിച്ചെതറി കളയും. നമ്മൾ അത് പറഞ്ഞിരുന്നു, ഭിന്നിപ്പിച്ച് കളയും, സ്കാറ്റർ ചെയ്ത് കളയും. കാരണം പല വഴിക്ക് പല കാര്യങ്ങൾ പോകുമ്പോൾ ഇവരെന്തായും ഇവരുടെ സമയം ഫുൾ എന്തിന്റെ പിന്നാലെ പോകും? അതിന്റെയൊക്കെ പിന്നാലെ ഓടാൻ വേണ്ടിയിട്ട് പോകും അല്ലെ. കാരണം അവരെ സമയം മുഴുവനും ദുനിയാവിന് വേണ്ടി ആക്കി തീർക്കുമല്ല. പല പ്രശ്നങ്ങളും അള്ളാഹു കൊടുക്കും. കാരണം അവർക്ക് ഇത് വേണം, ഇപ്പം വീട് വേണം, അപ്പൊ പണീന്റെ പിന്നാലെ ഓടാൻ തുടങ്ങും. ഞാൻ ഈ വീട് വേണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വീട് വേണ്ടാത്തൊരു കാര്യമാണെന്ന് കേട്ടോ. അത് മെയിൻ കൺസേൺ ആക്കുമ്പോഴുള്ള പ്രശ്നമേ ഉള്ളൂ. നമുക്ക് പല ആവശ്യങ്ങളും പല ഇച്ഛകളും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. അതിനെ ആ ഒരു പ്രൊപ്പോർഷനിൽ കരുതാതെ അത് മാത്രമാക്കി ഓടുമ്പോഴുള്ള പ്രശ്നമാണ് ഇവിടെ പറയുന്നത്. അപ്പം അവരെ കുറെ വീടിന്റെ പിന്നാലെ ഓടിക്കും, കുറെ കുട്ടികളെ പിന്നാലെ ഓടിക്കും, കുറെ കുടുംബക്കാരെ പിന്നാലെ ഓടിക്കും. കാരണം ഇതൊക്കെയാണ് അവരുടെ അക്ബർ ഹമ്മകൾ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവരെ കാര്യങ്ങളൊക്കെ ചിന്ന ഭിന്നമാക്കിയിട്ട് അള്ളാഹു എല്ലാ വഴിക്കും അവരെ ഇട്ട് ഓടിക്കും. മനസ്സിന് ഒരു തരത്തിലുള്ള സമാധാനം ഉണ്ടാവില്ല. ഫുൾ ടൈം ടെൻഷനും ബിസിനസ്സും തൃപ്തിയില്ലായ്മയുമായിരിക്കും. മനസ്സിന്റെ സമാധാനം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടും. ഈവൻ അവരിപ്പം ഒരു കാര്യത്തിന്റെ പിന്നാലെ ഓടുകയെന്ന് വെച്ചപ്പം
ഏറ്റവും നല്ല വീട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ ഏറ്റവും നല്ല നിലയിൽ എത്തിക്കുന്ന അങ്ങനത്തെ കാര്യത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാവും അതിനകത്ത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത്. അതും ഇവർക്ക് സമാധാനം നഷ്ടപ്പെടും അല്ലെ. അപ്പൊ ഞാൻ ഉയരത്തിലെത്താന്ന് വിചാരിച്ച സ്ഥലത്ത് വേറൊരു കൂട്ടർ ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിലുള്ള സമാധാനക്കേടും ഉണ്ടാവും. കാരണം എന്താണ് അവരുടെ എയിം? ദുനിയാവിലുള്ള സക്സസ് അല്ലെ, ദുനിയാവിലുള്ള കയ്യടി. കാരണം അത് എനിക്ക് കിട്ടേണ്ട, ഞാൻ അതിന് പിന്നാലെ ഓടുമ്പോൾ വേറൊരാൾക്ക് അത് കിട്ടുമ്പോൾ ആ സമാധാനക്കേടും കൂടെ വരും. പക്ഷെ അക്ബർ ഹമ്മ പരലോകമായിരുന്നെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ സക്സസിനെ കുറിച്ച് വറി ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. കാരണം മറ്റുള്ളവർക്ക് ഒരു സക്സസ് ഉണ്ടായാൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രതിഫലം ഉണ്ടാക്കാം? അവരെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് അല്ലെ, അവരെ നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്ത് ചേർത്ത് നിർത്തി, അതായത് അവരുടെ സക്സസിന്റെ ഒരു ഭാഗം നമ്മളായി കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ പണിയുമായിട്ട് മുന്നോട്ട് പോകും. എന്തൊരു വ്യത്യാസം എന്നറിയാം, മനസ്സിന്റെ സമാധാനത്തിന് വരെ ഭയങ്കര വ്യത്യാസമാണ് അക്ബർ ഹമ്മ ദുനിയാവുന്നതും ആഹ്റമാവുന്നതും തമ്മിൽ. ഒന്നും നമ്മളെ ബാധിക്കൂല. ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കി ലാഭം ഉണ്ടാക്കി നമ്മൾ നമ്മുടെ പാട്ടിന് ഓടും. പക്ഷെ നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങൾ അല്ലെ ഇതുപോലെയുള്ള പല അക്ബർ ഹമ്മകളുടെയും പിന്നാലെ ഓടിക്കൊണ്ട് ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഉദ്ദേശങ്ങളെ കറക്റ്റ് ആക്കാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ദുനിയാവ് അതിൻ്റെതായ സ്വഭാവം അത് തേടുന്നവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ദുനിയാവിനെ കുറിച്ചുള്ള ചിന്ത, ആ വേദന അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആഗ്രഹിക്കുന്നവർക്ക്, ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മളെ കാഴ്ചപ്പാടില് ചിലപ്പം ആഹ്റം ആഗ്രഹിക്കുന്നവർക്കും വേദനകൾ ഉണ്ടാവും, അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അവരുടെ ഉണ്ടാവില്ല, അവരുടെ മനസ്സ് കണ്ടന്റഡ് ആയിരിക്കും. അത് അള്ളാഹു കൊടുത്ത പ്രോമിസ് ആണ്. ആഹ്റം അക്ബർ ഹമ്മ ആക്കിയവർക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ ഇനി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും അവരെ ബാധിക്കുന്നേ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവരുടെ ഹൃദയത്തിൽ എന്താ, നമുക്ക് അതിനെ കുറിച്ച് പറയാം ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് അത് വരുന്നുണ്ട്. അപ്പം ഈ ദുനിയാവ് അക്ബർ ഹമ്മ ആക്കിയവർക്ക് അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ആലോചിച്ച് അവർ സമയം കളയും. ഭാവിയിൽ അത് എന്താവും, അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിട്ട് പരക്കം പായിപ്പിക്കും പലതിന്റെയും പിന്നാലെ. സുബ്ഹാനല്ലാഹ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ തളർന്നിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. മിക്ക സമയം നിങ്ങൾ ആരെങ്കിലും ആ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ആലോചിച്ച് ശാരീരികമായും മാനസികമായിട്ടും തളർന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ അക്ബർ ഹമ്മ ദുനിയാവാണെന്ന്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിനൊരു തൃപ്തിയില്ലാണ്ട് മാനസികമായിട്ട് വിഷമവും സമാധാനക്കേടും പ്രശ്നങ്ങളും എത്ര ഓടിയിട്ടും ആറ്റോ ഈ ആറ്റോ കൂട്ടിമുട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അക്ബർ ഹമ്മ ദുനിയാവാക്കിയത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന റിസൾട്ട് ആണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ചിന്ന ഭിന്നമാക്കി കളയും, നിങ്ങളെ എല്ലാ ഭാഗത്തൂടെയും ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒന്നിന്റെ പിന്നാലെ ഓടി എന്തെങ്കിലും പിടിച്ചു പറിച്ച് നമ്മളെ ജീവിതത്തിൽ അത് സ്വായത്തമാക്കി കഴിഞ്ഞാൽ അല്ല എന്ത് ചെയ്യും, വേറെ ഒന്നിന്റെ പിന്നാലെ നമ്മൾ ഓടിക്കും. കാരണം നമുക്ക് ഒന്നാമത് തൃപ്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും, അപ്പൊ അതിന്റെ പിന്നാലെ ഓടും. എന്നാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല, പിന്നെ വേറെ ഒന്നിന്റെ പിന്നാലെ ഓടും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ യുദ്ധം അങ്ങനെ ഇന്റൻസിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോന്ന് കിട്ടുമ്പോഴും നമ്മൾ അടുത്തതെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഇച്ഛയോട് കൂടി അതിന്റെ പിന്നാലെ ഓടും. അതിനൊരു അവസാനം ഉണ്ടാവില്ല. അള്ളായിട്ട് ഓടിക്കുന്നതാട്ടോ, അള്ളായിട്ട് ഓടിക്കുന്ന. കാരണം നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിലെ അക്ബർ ഹമ്മ എന്താണെന്ന് റബ്ബിനറിയാം. നമ്മളിനി പുറത്തിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും റബ്ബിനറിയാം. സുബ്ഹാനല്ലാഹ്. റബ്ബിന് നമ്മളുടെ ഷാല് തീർത്തിട്ടൊരു സമയം റബ്ബ് ബാക്കി വെക്കൂല. എന്തിലെങ്കിലൊക്കെ ആയിട്ട് പലപ്പോഴും ചിലരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒന്നെങ്കിൽ അവരുടെ രോഗങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ രോഗങ്ങളും ആയിട്ട് ഇങ്ങനെ തപ്പിയിട്ട് അള്ളാഹു, അതായത് ഒന്നും ആഹാരത്തിന് വേണ്ടി ചെയ്യാൻ പറ്റാണ്ട്, അള്ളാഹിന്റെ ദീനിന് വേണ്ടി ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അത് എല്ലാവരുടെ കാര്യത്തിലും അത് പരീക്ഷണമാണെന്നല്ല ഞാൻ പറയുന്നത്. ചിലരുടെ കാര്യത്തിൽ ചിലപ്പോൾ അവർക്ക് അതായിരിക്കും ആഹാരത്തിന് ഏറ്റവും ബെസ്റ്റ്, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതായിരിക്കും. എന്നാൽ പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളിലും ഇട്ടുന്ന, അതായത് അള്ളാഹിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റാണ്ട് അക്ബർ ഹമ്മ ആഹാരമാക്കാതെ നമ്മൾ എന്തെങ്കിലും അള്ളാഹുട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മളുടെ ഉള്ളിലെ അക്ബർ ഹമ്മ ദുനിയാവായതുകൊണ്ട് അള്ളാഹു നമ്മുടെ അഫയേഴ്സ് സ്കാറ്റർ ചെയ്യിച്ചതാണ്, ഭിന്നിപ്പിച്ച് പരത്തി നിരത്തി ഇട്ട് കളഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം ഒന്ന് ആലോചിച്ചൊക്കെ, എത്ര ഭാര്യമാര് അല്ലെ, എത്ര വലിയ സമൂഹം, എന്തെല്ലാം പ്രശ്നങ്ങൾ, അത്രയും പ്രശ്നങ്ങൾ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അത്രയും കുട്ടികളോ അത്രയും കുടുംബങ്ങളോ അത്രയും ആൾക്കാരെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാനുണ്ടോ? എന്നിട്ട് നമ്മളെ പ്രശ്നങ്ങൾ തീർന്നിട്ട് നമുക്ക് ഇത് ആഹാരത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹാരത്തിന് വേണ്ടി വർക്ക് ചെയ്യിപ്പിച്ചല്ലോ. അള്ളാഹു എന്താ ചെയ്തത്? അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ അഫയേഴ്സും ഒന്നിച്ച് എളുപ്പാക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇങ്ങനെ നമ്മളെ ഇട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓടിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു സമയത്ത് നമ്മളുടെ ആയുസ് റൂഹ് വന്ന് പിടിച്ചുകൊണ്ട് പോകും. സുബ്ഹാനല്ലാഹ്. അതോടുകൂടി നമ്മളുടെ ജീവിതം അവിടെ അവസാനിച്ചു.
അപ്പം എത്രത്തോളം നമ്മൾ ദുനിയാവിൽ എന്തിൻ്റെങ്കിലും പിന്നാലെ ഓടുന്നോ അത്രത്തോളം ദുനിയാവ് നമ്മളെ വിട്ടിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. നമ്മളെ വിട്ട്, ഞാൻ മറ്റു ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഉദാഹരണം പെട്ടെന്ന് എന്റെ മനസ്സിൽ വരികയാണ്. നമ്മളിപ്പം കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് ട്രെഡ്മില്ല് കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? ട്രെഡ്മില്ല് ഓടുന്ന ആൾക്കാർ അവർ 5ഉം 10ഉം 100ഉം കിലോമീറ്റർ ഓടിയാലും അവർ നിന്ന നിൽപ്പ് തന്നെ കിതച്ചുകൊണ്ടിരിക്കുക ചെയ്യല്ലേ, അവർ മൂവ് ചെയ്യുന്നില്ല. സുബ്ഹാനല്ലാഹ്. അതുപോലെയാണ് നമ്മൾ ദുനിയാവിന് വേണ്ടി ഓടുന്നത്. നമ്മൾ കിതച്ചുകൊണ്ടിരിക്കും, നമ്മൾ 1 കിലോമീറ്ററും കവർ ചെയ്യൂല, കിതച്ചുകൊണ്ടിരിക്കും, ഒരു ബെനിഫിറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇട്ട് തരും. സുബ്ഹാനല്ലാഹ്. കാരണം അവരുടെ എല്ലാ ട്രസ്റ്റും ദുനിയാവിലാണ്. അപ്പം ഇതിന്റെ പിന്നാലെ, ദുനിയാവിന്റെ പിന്നാലെ നമ്മൾ വിചാരിക്കും നമ്മൾ അത്യാഗ്രഹം ഇല്ലാത്ത ആൾക്കാരാണ്, നമ്മൾ ആഖിറത്തിന്റെ ആൾക്കാരാണ്. പക്ഷെ നമ്മളെ ചിന്തകളെ ദുനിയാവാണ് ഭരിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം നമുക്ക് മാറാനുണ്ട്. ചോദിച്ചുകൊണ്ടേയിരിക്കുക റബ്ബിന്റെ അടുത്ത്, ചോദിച്ചുകൊണ്ടേയിരിക്കുക റബ്ബിന്റെ അക്ബർ ഹമ്മ, ഏറ്റവും വലിയ കൺസേൺ ആഖിറമാക്കണേ എന്ന് റബ്ബ് എളുപ്പാക്കി തരും. അങ്ങനെ ഇവര് ഈ ദുനിയാവിന് വേണ്ടി ഓടുന്നവർ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടിക്കഴിയുമ്പം അതിപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളെ നാട്ടിലും പൊതുവെ വീടെടുക്കുന്ന ട്രെൻഡുകൾ അല്ലെ, ഏറ്റവും ഭംഗിയായിട്ട് അല്ലെ, ആ സമയത്ത് കൂടിയ വീടുകളിൽ ആൾക്കാർ 4 ആള് കൈയടിച്ച് പ്രശംസിക്കുന്ന വീട് എന്റേതായിരിക്കണം എന്നുള്ള നിർബന്ധം പലർക്കും ഉണ്ട് അല്ലെ. അതിനുവേണ്ടിയാണ് അങ്ങനെ ഓടി നടന്ന് ദുനിയാവിൽ കിട്ടാത്ത ലൈറ്റ്സും ദുനിയാവിൽ കിട്ടാത്ത പെയിന്റും ദുനിയാവിൽ ഇല്ലാത്ത ഇന്റീരിയേഴ്സും ഒക്കെ വെച്ചിട്ട് ആ വീട് ചെയ്യുന്നത്. പക്ഷെ ഒരു ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് ട്രെൻഡ് മൊത്തം മാറിയിട്ടുണ്ടാവും അല്ലെ. ഇന്ത്യൻ ട്രെൻഡിൽ നിന്ന് അമേരിക്കൻ ട്രെൻഡിലേക്ക് വീടുകളൊക്കെ മാറിയിട്ടുണ്ടാവും. നമ്മളെ വീട് പഴയതായി. കാരണം അത് അത്രയും വർഷം നമ്മൾ ഓടി നടന്ന് ഉണ്ടാക്കിയ സാധനത്തിന്റെ അപ്പീൽ അവിടെ നഷ്ടപ്പെട്ടു. കാരണം എപ്പോഴും അതിനേക്കാൾ ബെറ്റർ വേറെ എവിടെയോ ഉണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈവൻ ദീനിന്റെ മാർഗത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ദുന്യാവിയായിട്ടുള്ള നീയത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ, അത് കിട്ടിക്കഴിയുമ്പം അപ്പൊ കിട്ടുന്ന സന്തോഷം അതിനേക്കാൾ നല്ലത് വരുമ്പോൾ അത് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നമ്മൾ അത് ഇബാദത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് വളർത്തി തന്നുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും കൂടുതൽ, നമ്മളെക്കാൾ കൂടുതൽ ആ കാര്യം അക്കംപ്ലിഷ് ചെയ്ത ആൾക്കാർ അവിടെ ഉണ്ടാവും. അപ്പം ദുനിയാവ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷനും അല്ലെ, ഒരു ശത്രുതയും അതിന്റെയൊക്കെ മേലെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടതന്നെ. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒരിത്തിരി നേരം എൻജോയ് ചെയ്ത് കഴിഞ്ഞാലും അപ്പോഴേക്ക് അടുത്തത് അതിന്റെ പിന്നാലെ ഓടണ്ടേ, ഇതിന്റെ പിന്നാലെ ഓടണ്ടേ എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. ഓരോ പുതിയ കാര്യങ്ങളും നമുക്ക് കിട്ടുമ്പം അപ്പമുള്ള ഒരു മോടി അല്ലാണ്ട് അടുത്ത മൊമെന്റിൽ അത് പഴയ മോടി ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആ ഒരു വിനിയം വേണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, അത് കിട്ടണം, ഇത് കിട്ടണം, അതിനകത്ത് അച്ചീവ് ചെയ്യണം എന്നുള്ള ചിന്ത കാരണം ഏറ്റവും വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പോലും അവരുടെ ഹൃദയത്തിനകത്ത് എനിക്ക് അതില്ലല്ലോ, കാരണം വേറെ എന്തോന്നും നേടാനുണ്ടാവും അല്ലെ, ആകെ കൂടെ പുവർ, അൺഹാപ്പി ആയിട്ട് എംപ്റ്റി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതാണ്, ഈ വേദനയാണ്. അതും അതിന്റെ തെറ്റായ വാഗ്ദാനങ്ങളും ഒക്കെ നമുക്ക് വേദനകളും സമാധാനക്കേടുകളുമേ തരുള്ളൂ. പക്ഷെ ആഖിറം എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് സാക്രിഫൈസ് കൊടുക്കേണ്ടി വരും. ആഖിറത്തിന് വേണ്ടി ഓടുമ്പോൾ സുബ്ഹാനല്ലാഹ് ദുനിയാവിന്റെ ഇച്ഛകൾക്ക് എതിരെ നമുക്ക് പോവേണ്ടി വരും. സൂറത്ത് നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 29-30 ആയത്തുകളിൽ പറയുന്നുണ്ട്, ഫഅരിദ് അൻ തവല്ല അൻ ദിക്രിന വലം യുരിദ് ഇല്ലൽ ഹയാത്ത ദുനിയ. ആകയാൽ നമ്മുടെ സ്മരണ വിട്ട് തിരിഞ്ഞു കളയുകയും ഐഹിക ജീവിതം മാത്രം ലക്ഷ്യമാക്കുകയും ചെയ്തവരിൽ നിന്ന് നീ തിരിഞ്ഞു കളയുക. അപ്പം അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലായിരിക്കുന്നത് പോലും സുബ്ഹാനല്ലാഹ് നമുക്ക് പ്രയാസമാണ്. എന്ത് പറഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് ദുനിയാവിലെത്തുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വിട്ട് കളയുക. കാരണം ഇത്രയും ക്ലാസ്സസ് കേട്ടിട്ടും ഒരു ദിവസം നമ്മൾ ഇതിൽ നിന്നും ഡിറ്റാച്ച് ആയി കഴിഞ്ഞാൽ ദുനിയാവ് ഓർമ്മ വരുന്ന ആൾക്കാരാണ് നമ്മളല്ലേ. രാവിലെ ക്ലാസ് കേട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ദുനിയാവിലേക്ക് പെട്ടുപോകുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ നമ്മളെ ചുറ്റുപാടും ദുനിയാവ് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരിൽ നിന്ന് നീ തിരിഞ്ഞു കളയുക. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിന്റെ അർത്ഥം കുടുംബത്തിലുള്ളവരടുത്തൊന്നും മിണ്ടരുതെന്നൊന്നും അല്ല കേട്ടോ. അവർക്ക് ചെയ്തു കൊടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കാം. ذلك مبلغهم من العلم إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بمن اهتدى. അറിവിൽ നിന്ന് അവർ ആകെ എത്തിയിട്ടുള്ളത് അത്രത്തോളമാകുന്നു. ആരാണ്? ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ ഐഹിക ജീവിതം മാത്രം ലക്ഷ്യമാക്കുക ആൾക്കാരിൽ ഒക്കെ അവർ അറിവിൽ നിന്ന് അത്രേ എത്തിയിട്ടുള്ളത്. ദാലിക മബ്ലഗുഹും മിനൽ ഇൽം. തീർച്ചയായും നിന്റെ രക്ഷിതാവാകുന്നു അവന്റെ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയവരെ കുറിച്ച് കൂടുതൽ അറിവുള്ളവൻ. സന്മാർഗം പ്രാപിച്ചവനെ പറ്റി കൂടുതൽ അറിവുള്ളവനും അവൻ തന്നെയാകുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് അറിയാം അല്ലെ. അപ്പം അള്ളാഹ് ഈ സൂപ്പർഫിഷ്യൽ
ഉപരിതലത്തിൽ നിൽക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ഈ ടൈപ്പ് ആൾക്കാരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഹിക്മത്തുകളും ഒക്കെ നമ്മളെ എടുത്ത് കാണിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അവര് അത്രേ അറിയുള്ളൂ. ഓക്കെ, അവരെ പിന്നാലെ നിങ്ങൾ പോണ്ട, നിങ്ങൾ അതിൽ നിന്ന് തിരിഞ്ഞു കളയും. അവർക്ക് അത്രേ വിവരം എത്തിയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാഴ്ചപ്പാടിൽ ഈ ദുനിയാവി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫുൾ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ആൾക്കാർ ശരിക്കും അവർ അറിവില്ലാത്ത ആൾക്കാരാണ്. അവര് മുമ്പിൽ അറിവും സത്യവും എത്തിയാൽ പോലും അവർക്ക് അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലാത്ത ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾക്ക് അടുത്ത ലെവലിൽ എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റീസൺ ഇതാണ്, നമ്മൾ ദുനിയാവുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. നമ്മൾ ആഖിറവുമായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അറിവിന്റെയും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ സ്റ്റെപ്പുകളും ആഖിറത്തിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കത് തുറന്നു കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമ്മളെ കണ്ണിന്റെ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഈ ദുനിയാവിനോടുള്ള ഈ ഒരു ഏണിങ്, ആ ദുനിയാവിൽ അത് കിട്ടണം, ഇത് കിട്ടണം, അത് ബെസ്റ്റ് ആവണം, ഇത് ബെസ്റ്റ് ആവണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ കൂടുതൽ ഉണ്ടാവുമ്പോൾ നമ്മളുടെ മനസ്സിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ദുനിയാവ് ആകർഷിക്കുന്നവർ അത് മാത്രം ചിന്തിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ ഓടുന്ന ആൾക്കാരാണ്. പക്ഷേ ആഹാരത്തിന് വേണ്ടി ഓടുന്ന ആൾക്കാർ ഇതേപോലെയല്ല. അപ്പം ആഹാരത്തിന് വേണ്ടി ഓടുന്ന ആൾക്കാരുടെ ഇത്രയും നേരം നമ്മൾ ദുനിയാവിന് വേണ്ടി ഓടുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. ആഹാരത്തിന് വേണ്ടി ഓടുന്ന ആൾക്കാരുടെ പ്രത്യേകതകൾ എന്താണ്? കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആഹാരത്തിന് വേണ്ടി ഓടുമ്പം അവർക്ക് അള്ളാഹിന്റെ സഹായം കിട്ടും. അള്ളാഹു അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹ് നോക്കിക്കൊള്ളും. അവരുടെ ഹൃദയം അള്ളാഹു എന്താ ഇട്ട് കൊടുക്കും, തൃപ്തിയിട്ട് കൊടുക്കും. ദുനിയാവിനെ അവരുടെ മുന്നിൽ അവരുടെ കാൽ കീഴില് അടിമയാക്കിയിട്ട് കൊണ്ടുവന്ന് നിർത്തും. സുബ്ഹാനല്ലാഹ്. പരലോകത്തെ കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് എന്തിനെ കുറിച്ച് വിഷമിക്കാൻ പറഞ്ഞു, അതിനെ കുറിച്ച് വിഷമിക്കുന്നവർ, അതിനെ കുറിച്ച് കൺസേൺ ചെയ്യുന്നവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റെടുത്തോളും. അവരുടെ വിഷമങ്ങൾ അള്ളാഹ് ഏറ്റെടുക്കും. അവർ അള്ളാഹു സുബ്ഹാനഹു തആല വിഷമിക്കാൻ വിടില്ല. കാരണം വിഷമിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവർക്ക് ആഖിറത്തിനെ കുറിച്ച് വിഷമിക്കാൻ സമയം ഉണ്ടാവില്ല അല്ലേ. ദുനിയാവിലെ പ്രശ്നങ്ങളെ കുറിച്ച് വിഷമിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവർക്ക് ആഖിറത്തിനെ കുറിച്ച് വിഷമിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ അവരുടെ വിഷമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റെടുക്കും. അവരുടെ റിസ്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റെടുക്കും. അവർ ശരിക്കും റിസ്കിന് വേണ്ടി പിന്നാലെ ഓടേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അവരുടെ ഐഹികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു ഒത്തുചേർത്ത് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ പിന്നാലെ ഓടി സമയം കളയേണ്ടി വരില്ല, എനർജി കളയേണ്ടി വരില്ല. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അത് ദുനിയാവിലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ ഓടേണ്ടി വരില്ല. കാരണം അള്ളാഹ് അവരുടെ എല്ലാ കാര്യങ്ങളും ജമാഅക്കിയിട്ട് ഒന്നിച്ച് കൊണ്ടുവന്ന് അവര് മുമ്പിൽ വെച്ചു കൊടുക്കും. നീ ഇനി അതിനൊന്നും കഷ്ടപ്പെടണ്ട, നീ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. ഐഹികമായിട്ടുള്ള അട്രാക്ഷൻസിന്റെ പിന്നാലെ പോവാൻ വേണ്ടിയിട്ട് അള്ളാഹു ഐഹികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആക്കിയിട്ട് അവരെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. വളരെ സിമ്പിൾ ആയിട്ട്. നീ അതിനു വേണ്ടി സമയം കളയണ്ട, അല്ലെ, നീ നിന്റെ സമ്പാദ്യത്തിന് വേണ്ടി സമയം കളയേണ്ടതാ നിന്റെ മുമ്പിൽ അതുണ്ട്. നിന്റെ ആരോഗ്യത്തിന് വേണ്ടി സമയം കളയേണ്ട, അത് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. പക്ഷെ അള്ളാഹ് എളുപ്പാക്കി തരും. നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് വേണ്ടി ആരെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ, നമ്മളൊരു കമ്പനിയിലെ മേധാവിയാണ്, നമുക്ക് നമ്മളുടെ ഒരു തൊഴിലാളി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ വർക്കിൽ ഫോക്കസ്ഡ് ആവാൻ വേണ്ടി അവരെ ഏത് രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലെ. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഒന്നും വേണ്ട, ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നമ്മളെ കുട്ടി എന്തെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ആ കുട്ടി ആ എക്സാം പാസ് ആവണം നമുക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ എക്സാമിന്റെ സമയമാകുമ്പോൾ നമ്മൾ അവർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കും അല്ലെ. അടുക്കളയിൽ പണിക്ക് വിളിക്കൂല മക്കളെ അല്ലെ, അല്ലെങ്കിൽ കടയിൽ പോകാൻ വിളിക്കൂല, അവർക്ക് ഭക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് എത്തിച്ചു കൊടുക്കും. ഉറങ്ങാനും ബുക്ക് വെക്കാനും പഠിക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. എന്തിനാ? അവരെ ഒരു ഡിസ്ട്രാക്ഷനും അവരെ ബാധിക്കാൻ പാടില്ല, ഒരു പ്രയാസങ്ങളും അവരെ ബാധിക്കാൻ പാടില്ല. അവർക്ക് ഫുൾ ടൈം ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനെ തേടുന്നവരെ, പരലോകത്തെ തേടുന്നവരുടെ ആ ഒരു ഡെഡിക്കേഷൻ അള്ളാഹ്ക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഐഹികമായിട്ടുള്ള എല്ലാ പ്രീ ഓക്യുപ്പേഷൻസും എല്ലാ പണികളും അള്ളാഹു സുബ്ഹാനഹു തആല എളുപ്പമാക്കി കൊടുക്കും. അപ്പം അവർക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സമയം അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റും. ഇതിന്റെ അർത്ഥം ദുനിയാവിൽ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ചാലഞ്ചും ഉണ്ടാവില്ല എന്നല്ല. കാരണം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അതുപോലെ എല്ലാ പ്രവാചകന്മാർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. അവരുടെ പ്രശ്നങ്ങളൊന്നും നമുക്കൊന്നും വന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ ദുനിയാവിലേക്ക് അവരുടെ നേരെ എറിയപ്പെടുന്ന ഏത് പ്രശ്നത്തിനും അള്ളാഹു അവർക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും. അള്ളാഹു അവരുടെ ഹൃദയത്തിലെ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹു എടുത്തു മാറ്റി കൊടുക്കും. പ്രശ്നങ്ങളുടെ നടുവിലും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും.
ഇതിനു വേണ്ടിയിട്ട് സൗകര്യം അല്ല ചെയ്തു കൊടുക്കും. അള്ളാഹ്ക്ക് സൗകര്യം കിട്ടുന്നതിലും വലുത് എന്താ അല്ലെ? നമ്മൾ ഈ ദുനിയാവിലെ വീടും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എത്ര വർഷങ്ങൾ അധ്വാനിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ വീടെന്ന് പറയുന്നത് ഒരു കോമൺ ഉദാഹരണം ആയതുകൊണ്ട് പറയുന്നില്ല, ആരും അങ്ങനെ പോയിന്റ് ചെയ്ത് പറയാന്ന് വിചാരിക്കട്ടെ, പെട്ടെന്ന് എന്റെ വായിൽ വരുന്ന പറയുന്നേ ഉള്ളൂ. അതുപോലെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വർഷങ്ങളോളം ഓടി നടന്ന് അധ്വാനിക്കുന്ന സമയം കൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ഇതൊക്കെ അള്ളാഹ് നമുക്ക് ഒരുക്കി തരും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്ത് എളുപ്പാവും അല്ലെ? ദുനിയാവും എളുപ്പാവും, ആഖിറവും എളുപ്പാവും. ഇമാം അഹ്മദ് തിർമിദി റിപ്പോർട്ട് ചെയ്ത, അഹ്മദ് ഷാക്കിർ അൽബാനി സഹീഹാക്കിയ ഒരു ഹദീസിനകത്ത് പറയുന്നുണ്ട്, അള്ളാഹു പറഞ്ഞതായിട്ട്, അത് ഹദീസ് ഖുദ്സിയാണ്. യഖൂലുല്ലാഹു സുബ്ഹാനഹു യാ ഇബ്ന ആദം തഫറഖ് ലിഇബാദതി അംല സ്വദ്റക ഐനാ വഅസുദ്ദ ഫഖറക വഇൻ ലം തഫഅൽ മലഅതു സ്വദ്റക ശുഗ്ലൻ വലം അസദ്ദു ഫഖറക. അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹേ ആദമിന്റെ മകനെ, നീ എന്നെ ആരാധിക്കുന്നതിൽ മുഴുകുക, എന്നാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറക്കും, നിന്റെ ദാരിദ്ര്യം ഞാൻ തടുക്കും. നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ ജോലി തിരക്ക് ഷോല് നിറക്കും, നിന്റെ ദാരിദ്ര്യം ഞാൻ തടയുകയുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ സമയം മുഴുക്കി കളഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹിനെ ആരാധിക്കുന്നതിൽ, അള്ളാഹിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നതിൽ, അള്ളാഹിന്റെ തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ മുഴുകിയാല് അള്ളാഹു ഹൃദയത്തിൽ ഖിന നിറക്കും അല്ലെ? അംല സ്വദ്റക ഖിന, അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം ഖിന നിറക്കും. അസുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ തടുക്കും. കാരണം ദാരിദ്ര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് മനുഷ്യനും അവന്റെ ബേസിക് ആവശ്യങ്ങൾ അല്ലെ, ഭക്ഷണം, വസ്ത്രം, താമസം എന്നുള്ള പോലത്തെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ അവന് ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റൂല അല്ലെ? അതൊക്കെ ബേസിക് ആവശ്യങ്ങൾ, നമ്മൾ പറയുന്ന പോലെ ലാവിഷായിട്ടുള്ള ആവശ്യങ്ങളല്ല, ബേസിക് ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടാലേ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട് സ്വസ്ഥമായിട്ട്, കാരണം വിശന്നുകൊണ്ട് കഴിക്കാൻ ഭക്ഷണം ഇല്ലാണ്ട് ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം അള്ളാഹ് പറയുന്നത് അസുദ്ദ ഫഖറക്, അവന്റെ ദാരിദ്ര്യം എന്ന നിന്റെ ദാരിദ്ര്യം ഞാൻ തടുക്കും. വ ഇല്ലം തഫ്അൽ മലഅതു, നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, അതായത് വ ഇല്ലം തഫ്അൽ, നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ മലഅതു സ്വദ്റക ശുഗ്ലൻ, നിന്റെ മുമ്പിൽ ഞാൻ ജോലി തിരക്ക് നിറക്കും. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടിയല്ല നമ്മൾ സമയം ചെലവഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെ, സുബ്ഹാനല്ലാഹ്, പലപ്പോഴും നമുക്ക് പലതും ചെയ്യുന്നതിൽ നിന്നുള്ള എക്സ്ക്യൂസ്, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള എക്സ്ക്യൂസുകൾ എന്തൊക്കെയാണെന്ന്. അപ്പം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അക്ബർ ഹമ്മ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആഖിറത്തിന് വേണ്ടിയുള്ള അക്ബർ ഹമ്മ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, മലഅതു സ്വദ്റക ശുഗ്ലൻ, ശുഗ്ല് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം നിറയ്ക്കും. സുബ്ഹാനല്ലാഹ്. വലം അസുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ തടയുകയില്ല. കാരണം നീ ഓടിക്കോ, നീ ദുനിയാവിന്റെ റിസ്കിന് വേണ്ടി ഓടിക്കോ, നിന്റെ ദാരിദ്ര്യം ഞാൻ തടയൂല, നീ കഷ്ടപ്പെട്ടോ, എന്നാ നിനക്ക് ഏതായാലും ഇതിന് സമയമില്ലല്ലോ. ശരിക്കും നമ്മളിപ്പോ വിചാരിക്കണം, നമുക്കിപ്പോ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളല്ലേ, എങ്ങനെയാ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ആ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മളൊരു 4 ദിവസം ഓടി നോക്കിയേ, ആ 4 ദിവസം പ്രയാസം ഉണ്ടാവുള്ളൂ, 5-ാമത്തെ ദിവസം ഈ പറഞ്ഞതൊക്കെ അള്ളാഹ് എളുപ്പാക്കി തരും. സുബ്ഹാനല്ലാഹ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളെല്ലാം അള്ളാഹ് കൊണ്ടുവന്ന് എത്തിച്ചേരും. നമ്മുടെ ഓട്ടം അള്ളാഹിന്റെ മാർഗത്തിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റും. എല്ലാം അള്ളാഹ് എളുപ്പാക്കി തരും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിനകത്ത് പറയുന്നുണ്ട്, ഈ ഹദീസിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയണം, അതായത് ദുനിയാവിനെ തേടുന്ന ആളുകളുടെ കൈകൾ, ഓക്കെ, അവർക്ക് അള്ളാഹു അതിനകത്ത് ജോലികൾ നിറച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാൽ നീ അത് ചെയ്തോ, ഇത് കഴിഞ്ഞാൽ നീ അത് ചെയ്തോ, ഇത് കഴിയുമ്പോൾ നീ അതിന്റെ പിന്നാലെ ഓടിക്കും, അത് കഴിയുമ്പോൾ നീ ഇതിന്റെ പിന്നാലെ ഓടിക്കും. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മൾ ആഹ്റത്തിന് വേണ്ടി ഓടിക്കഴിഞ്ഞാൽ പലപ്പോഴും പല പ്രയാസകരമായ പല കാര്യങ്ങളും പോലും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടുതരും. സുബ്ഹാനല്ലാഹ്. ശരിക്കും അതുപോലെ അള്ളാഹു ഉണ്ടാക്കുന്ന പ്രയാസം, നമ്മൾ ആ ദുനിയാവിന് വേണ്ടി ഓടുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രയാസം, ദുനിയാവിൽ ഓവർ വർക്ക് ആയിട്ട് ഷുഗലിൽ നിലനിർത്തുക എന്നുള്ളത് ഒരു തരത്തിലുള്ള പണിഷ്മെന്റും കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എക്സ്ട്രാ വർക്ക്, എക്സ്ട്രാ ബേർഡൻ നമുക്ക് അള്ളാഹ് തരുന്നുണ്ടെങ്കിൽ, ഒരു ഗുണവും ഇല്ലാണ്ട് ഒരു ഫ്രൂട്ടും ഉണ്ടാക്കാൻ പറ്റാത്ത എക്സ്ട്രാ ബേർഡൻ അള്ളാഹ് തരുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ശിക്ഷയും കൂടിയാണ്. നമ്മൾ ദുനിയാവ് അക്ബർ ഹമ്മ ആക്കിയത് കൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ ഒരിക്കലും തീരൂല, ദാരിദ്ര്യം ഒരിക്കലും തീരൂല. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസിനകത്ത്, മെയിൻ ഹദീസിൽ നമ്മൾ പറഞ്ഞതുപോലെ എന്നാൽ ആഖിറം അക്ബർ ഹമ്മ ആക്കിയവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമുണ്ട്, എന്ത്? നിന്റെ എല്ലാ കാര്യങ്ങളും
ഞാൻ നോക്കിക്കോളാം, നിനക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, നിന്റെ കാര്യങ്ങൾ അത് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത് എഗെയിൻ നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല. ചിലർ നമുക്ക് കണ്ടാൽ ദാരിദ്ര്യമായിട്ടൊക്കെ തോന്നുമെങ്കിലും അവരെല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി കൊടുക്കുന്നുണ്ടാവും. അവര് ഹൃദയത്തിൽ വൈനാണ്ടോ ഇതൊന്നും നമുക്ക് പുറത്തുനിന്ന് കണ്ട് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്ന് പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് ഇതൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾ വേറെ ആരെയും വിലയിരുത്തേണ്ട, സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തി ഇട്ട് കൊടുക്കും, സന്തോഷം ഇട്ട് കൊടുക്കും. അവർക്ക് ഇട്ട് കൊടുക്കുന്ന എല്ലാ കാര്യത്തിനും ബറക്കത്ത് ഉണ്ടാവും. അതായത് അവർക്ക് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 50,000ത്തിന്റെ ബറക്കത്ത് ഉണ്ടാവും. എന്നാൽ ദുനിയാവിന് വേണ്ടി ഓടുന്നവർക്ക് 50,000 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 500 കിട്ടിയ ഭാരം കൂടെ ഉണ്ടാവില്ല. ഒന്നിനും തികയില്ല എന്നുള്ള അവസ്ഥയായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പുറത്തു നോക്കിയാൽ മനസ്സിലാവില്ല. അള്ളാന്റെ ഒരു തൃപ്തി, അള്ളാന്റെ ഒരു ബറക്കത്ത് കൊടുക്കും. അവർ ആ 500 രൂപക്ക് പോലും അള്ളാഹിനോട് കണക്കില്ലാതെ ശുക്ർ ചെയ്യും, അത് അവർ ആഘോഷിക്കും. സുബ്ഹാനല്ലാഹ്. പലരും വിചാരിക്കുന്നത് ഇതൊക്കെ ഈ അള്ളാഹിന്റെ അക്ബർ അല്ലെങ്കിൽ അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഓടുന്ന കാര്യം ഒഴിവാക്കിയിട്ട് നമ്മൾ ദുനിയാവിലെ എല്ലാ കാര്യവും കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ റിച്ച് ആവുന്ന. ശരിക്കും അങ്ങനെ റിച്ച് ആയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ അവരുടെ ജീവിതത്തിന്റെ ടെസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് മനസ്സിലാക്കുക. പകരം നമ്മൾ ആഖിറത്തിന് വേണ്ടി ഓടിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പിന്നാലെ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ പ്രോമിസ് അതാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ആളുകളുടെ അള്ളാഹിന്റെ ദീനിന് വേണ്ടി ദീനിനെ അക്ബർ ആക്കിയ ആൾക്കാരുടെ പിന്നാലെ ദുനിയാവ് വരും. ദുനിയാവിന് അതായത് ദുനിയാവും ദുനിയാവിലെ വിഭവങ്ങളും വരും. സുബ്ഹാനല്ലാഹ്. ശരിക്കും അതൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്ത് നോക്ക്. ഈ ഭൂമി ഒരു അടിമയെ പോലെ നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്, ഒരു വിശ്വാസിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന അങ്ങേയറ്റം വിനയത്തോടു കൂടി, സബ്മിഷനോട് കൂടി. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഓടുന്നതിന്റെ റിസൾട്ടായിട്ട് അള്ളാഹ് തരുന്നതാണ്. അതായത് ഐഹികമായിട്ടുള്ള സ്വത്തും സമ്പത്തും എത്ര തന്നെ അതിന്റെ ഓണേഴ്സ് തടഞ്ഞു വെച്ചാലും അള്ളാഹ് തീരുമാനിക്കും ഇവർക്ക് ഇത് ആവശ്യമുണ്ട്, ഇവർക്ക് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇത് എന്റെ പ്രിയപ്പെട്ടവർക്ക് നീ എത്തിക്കണം, എന്റെ പ്രിയപ്പെട്ടവന്റെ ഇന്ന ആവശ്യം നീ നിറവേറണം എന്ന് അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞാല് ദുനിയാവിലെ ആരൊക്കെ എങ്ങനെയൊക്കെ തടഞ്ഞു വെച്ചാലും ആ സ്വത്തും ആ സമ്പത്തും നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിക്കും. നമ്മൾ ദുനിയാവ് വേണ്ടാന്ന് വിചാരിച്ച് ഓടിയാലും ദുനിയാവ് നമ്മളുടെ പിന്നാലെ ഓടും. സുബ്ഹാനല്ലാഹ്. നമുക്ക് അംഗീകാരവും പ്രശസ്തിയും ഫെയിമും പ്രൈസും ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് നമ്മളുടെ പിന്നാലെ വരും. സുബ്ഹാനല്ലാഹ്. ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ആളുകൾ നമ്മളെ സഹായിക്കാനെത്തും. നമ്മളെ പല സ്ഥലങ്ങളിലും സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ആൾക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കും. ലോകം നമ്മളെ പിന്നാലെ വരും. ആർക്ക് ആരുടെ പിന്നാലെ വരാ? അക്ബർ ഹമ്മ ആഹ്റം ആക്കിയവരുടെ. പക്ഷെ അക്ബർ ഹമ്മ ദുനിയാവാക്കിയവരുടെ പിന്നാലെ ലോകം വരെ എങ്ങനെയാണെന്നറിയോ? അത് അവന്റെ ഉടമസ്ഥനെ പോലെ. ഉടമസ്ഥനെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അല്ലെ? മൊലാളി ഇതൊന്ന് ചെയ്തു തരണേ, മൊലാളി അതൊന്ന് ചെയ്തു തരണേ. അപ്പം ദുനിയാവ് അക്ബർ ഹമ്മ ആക്കിയവരുടെ പിന്നാലെ ലോകം വരാ ഉടമസ്ഥനെ പോലെയാ. പക്ഷെ ആഹ്റം അക്ബർ ഹമ്മ ആക്കിയവരുടെ പിന്നാലെ ലോകം വരാ ഒരു അടിമയെ പോലെ. ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ എന്നാണ് ചോദിക്കുന്നത് ലോകം. എന്തൊരു വ്യത്യാസം നോക്കിയല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളുടെ ലക്ഷ്യം അതാണ്, നമ്മളുടെ ഹൃദയത്തിനെ ഫില്ല് ചെയ്യുന്ന ആ ഒരു ലിക്വിഡ്. സുബ്ഹാനല്ലാഹ്. ഈ ലോകമാണ് നമ്മുടെ പരമമായ ലക്ഷ്യമെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഗ്ലാസ്സിൽ ഒരു ലിക്വിഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. എന്നാൽ സോളിഡ് കുറച്ച് കല്ലുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മള് ദുനിയാവോ ആഖിറയോ ആ ലക്ഷ്യം നമ്മൾ ഫില്ല് ചെയ്യുന്നത് ലിക്വിഡ് ഫില്ല് ചെയ്യുന്നത് പോലെയാണ്. അപ്പൊ ദുനിയാവിയായിട്ട് ലക്ഷ്യമാണ് നമ്മുടെ ഗ്ലാസ്സിൽ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അവിടെ പിന്നെ വേറൊന്നിനും സ്ഥലം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മള് ആഹ്റമാകുന്ന ലക്ഷ്യമാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ദുനിയാവാകുന്ന ലക്ഷ്യത്തിനെ നമ്മൾ എംപ്റ്റി ചെയ്തിട്ടേ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, മെയിൻ ലക്ഷ്യമാണ് ഞാൻ പറയുന്നത്, അതവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫില്ലാവാൻ പറ്റൂല. കാരണം ലിക്വിഡും സോളിഡും നിറയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം സമ്പത്ത്, ദുനിയാവിലുള്ള സ്റ്റേറ്റസ്, ഫെയിം, പ്രശസ്തി, അംഗീകാരം, അതിനെക്കുറിച്ചൊക്കെ കെയർ ചെയ്യുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന എല്ലാ കാര്യവും അതിലേക്ക് എത്തിക്കാനേ നോക്കുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾക്ക് അവർക്ക് സമയം ഉണ്ടാവില്ല. ആഹാരത്തിന് വേണ്ടിയിട്ട് അവർക്ക് സമയം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്.
അപ്പോൾ നമ്മളെ ഹൃദയത്തിനെ എംപ്റ്റി ചെയ്യണം. ദുനിയാവായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയണേ, ഇതിൽ പലതും സമ്പത്തും പലതും നമ്മൾക്ക് ആവശ്യങ്ങളാണ്, പക്ഷെ അത് മെയിൻ ലക്ഷ്യങ്ങളാവുമ്പോഴുള്ള പ്രശ്നമാണ്. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മളെ ഹൃദയത്തിന് എംപ്റ്റി ചെയ്യണം. അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്, പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു കാര്യമേ അല്ല. നമ്മൾ മെല്ലെ മെല്ലെ അള്ളാഹുവിലും പരലോകത്തും നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനു വേണ്ടി പ്രവർത്തിച്ച് മെല്ലെ മെല്ലെ നമുക്ക് മറ്റതിലേക്ക് നമ്മളെ തിരിച്ച് ആഹ്റം നമ്മളെ ഹൃദയത്തിലേക്ക് ഫില്ല് ചെയ്യുന്നതിൽ പറ്റുള്ളൂ. അതിനുവേണ്ടി എടുക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാവുന്ന സ്ഥിരമായിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. സ്ഥിരമായിട്ട് അള്ളാഹിനെ ഓർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാതെ നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നൊന്നും നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല അല്ലെ, സുബ്ഹാനല്ലാഹ്. പക്ഷെ ഓർക്കുക എന്ന് പറയുന്നത് ഹൃദയം കൊണ്ടുള്ള ഓർക്കലാണ്, നമ്മളെ നാവ് കൊണ്ടുള്ള കൈയും കാലും കൊണ്ടുള്ള ഓർക്കലല്ല. അപ്പം ഹൃദയത്തിൽ അള്ളാഹു ഉണ്ടായിരിക്കുകയാണ്. കോൺസ്റ്റന്റ് ആയിട്ട് അല്ല, പേർപ്പസ്ഫുൾ ആയിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് എടുക്കുക അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാൻ. ദിക്ർ എന്ന് പറയുന്നത് നമുക്ക് പലർക്കും ഇപ്പോഴും നാവിന്റെ എക്സസൈസ് ആണ്, കൈന്റെയും കാലിന്റെ എക്സസൈസ് ആണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മള് ദിവസത്തിൽ 100ഉം 1000ഉം ഒക്കെ തേക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഹൃദയത്തിൽ അള്ളാഹ് ഉണ്ടായിട്ടുണ്ടാവില്ല. ഹൃദയത്തിൽ ആ സമയത്തും ഓടുന്നത് ഈ പറഞ്ഞ ദുന്യാവിയായ അക്ബർ ഹർമ്മകളായിരിക്കും. അപ്പം ഹൃദയത്തിൽ അള്ളാഹിന്റെ ഓർമ്മ ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു വേണ്ടി നമ്മൾ ഇത്തിരി നമ്മളെ പുഷ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മളെ ഇൻടു അമലിലെ പ്രോസസ്സ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് വിശദീകരിക്കാൻ നമ്മൾ ആദ്യം ഇതൊന്ന് സെറ്റ് ആവും കേട്ടോ. ജുസ് 3ന്റെ കാര്യങ്ങൾ സെറ്റ് ആയതിനു ശേഷം നമുക്ക് അത് സംസാരിക്കാം. നമ്മൾ നമ്മളെ തള്ളി ഹൃദയത്തിൽ അള്ളാഹുവിനെ ഓർക്കാൻ പഠിപ്പിക്കുക. രക്ഷയില്ല, വേറെ ഭയങ്കര പ്രയാസമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് പുഷ് ചെയ്തിട്ട് നമ്മൾ ഹൃദയത്തിൽ അള്ളാഹിനെ ഓർക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. വീണ്ടും 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 പറയാണ്, ദിക്റിന്റെ എണ്ണം തേക്കാനല്ല ഇവിടെ പറയുന്നത്, അതിന്റെ കൂടെ ദിക്റിന്റെ എണ്ണം തേക്കുമ്പം അൽഹംദുലില്ലാഹ് സയ. പക്ഷെ നിങ്ങൾ അല്ലാതെ ദിക്റിന്റെ എണ്ണം തേച്ചാലും അള്ളാഹു സുബ്ഹാനഹു വതആല അഷാക്കിറാണ്, നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ അള്ളാഹിനെ ഓർക്കുക തന്നെ വേണം. ഹൃദയത്തിൽ അള്ളാഹിനെ തന്നെ ഓർക്കുമ്പോൾ നമ്മളെ ഹൃദയം ശുദ്ധമായിക്കൊണ്ടേയിരിക്കും. അതിന് ഐഹികമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്ന് നമ്മളെ ഹൃദയത്തിനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അത് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, മൈൻഡ്ഫുൾ ഇബാദ. അഗൈൻ അവിടെ മനസ്സ് വേണം. ഓക്കെ, ഹൃദയമുള്ള ഇബാദത്ത്. സുബ്ഹാനല്ലാഹ് നമുക്ക് പലപ്പോഴും ഇല്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അള്ളാഹിന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കണം എന്നുള്ള നീയത്തോടു കൂടിയുള്ള ഇബാദത്ത്, നമുക്ക് നിസ്കരിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇബാദത്ത്, അല്ലെങ്കിൽ നമ്മളെ പല പ്രശ്നങ്ങളും അള്ളാഹിന്റെ അടുത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇബാദത്താണ് അല്ലെ. പക്ഷെ അള്ളാഹിന്റെ അടുത്ത് ഓരോ പടി അടുക്കാൻ വേണ്ടിയിട്ടുള്ള നീയത്തോടു കൂടി അതിന്റെ ആ രീതിയിലുള്ള പ്രയോജനം വലിച്ചെടുക്കുന്ന, ആ രീതിയിലുള്ള പ്രയോജനം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇബാദത്ത്. അപ്പം ഇതിനൊക്കെ നമ്മളെ ഹൃദയത്തിന് ആവശ്യമാണ്, ഹൃദയത്തിനെ ഇൻവോൾവ് ചെയ്യൽ ആവശ്യമാണ്. അതെങ്ങനെയാന്ന് പഠിക്കൽ ആവശ്യമാണ്. പോയിന്റ് നമ്പർ 3, ദുനിയാവിലുള്ള വിഷമങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും. ദുനിയാവിൽ നമുക്ക് പല പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ട്, പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ കൗണ്ടർ ചെയ്യണം. എങ്ങനെ? ആഖിറത്തിന്റെ ആ ഒരു സുബ്ഹാനല്ലാഹ്, ആഖിറത്തിന്റെ വിഷമം വെച്ച് നോക്കുമ്പോ എന്താ ദുനിയാവിലുള്ള കാര്യം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് വെറും കൈയോടെ കൂടി പോകേണ്ട ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ വിഷമം അവിടെ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലെ, നാളത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം അർത്ഥവത്തായത്. പക്ഷെ നമ്മൾ ദുനിയാവിന്റെ വിഷമം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കും. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഭയങ്കര ഷോർട്ട് ലിവ്ഡ്, ട്രിവിയൽ ആണ്. അത് അങ്ങനെ അങ്ങോട്ട് പോകാനുള്ളതാ, ഒന്നും സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതല്ല. ഈ നിലനിൽക്കുന്നതാണെന്ന് വെക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ, സ്വർഗത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോയി വരുന്ന സമയം നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നുള്ളൂ. അത്രയും ചെറിയൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അപ്പൊ നമ്മൾ ദുനിയാവിയായിട്ടുള്ള എല്ലാ വിഷമങ്ങളെയും നമ്മൾ ആഖിറത്തിന്റെ ആ ഒരു വിഷമമായിട്ട് അപ്പൊ തന്നെ അത് ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേഗം എന്ത് ചെയ്യും? ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും അല്ലെ. നമ്മൾ തുലാസ് ഒരുത്തി ചെന്ന് താന്ന് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മൾ അപ്പം ആലോചിക്കും. പോയിന്റ് നമ്പർ 4, നമുക്ക് ആ ഭാവിയെ കുറിച്ചുള്ള ആങ്സൈറ്റി ദുനിയാവിലുള്ള, അതാണ് നമ്മളെ വേറൊരു പ്രശ്നം അല്ലെ. എന്താവും, അതെന്താവും, ഇതെന്താവും, എന്റെ കുട്ടി എന്താവും, എന്റെ വീട് എന്താവും, എന്റെ ഭർത്താവ് എന്താവും. സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തേക്ക്. തവക്കുൽ മതി. അവനെക്കാളും വലിയ കെയർ ടേക്കർ ആരാള്, അവനെക്കാളും വലിയ സപ്പോർട്ടർ ആരാള്? അള്ളാഹ് എടുത്തോട്ടെ. ഞാൻ പറഞ്ഞൂലേ, ദുനിയാവിന് ആഖിറത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരുടെ വിഷമങ്ങൾ അള്ളാഹു അങ്ങോട്ട് എടുക്കും. അള്ളാഹു എന്നിട്ട് എളുപ്പാക്കി കൊടുക്കും. എന്നിട്ട് ആ സമയത്ത് അള്ളാഹ്ക്ക് തൃപ്തിയിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. അപ്പം കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ചുള്ള വിഷമാണെങ്കിലും വരാനുള്ള ആൻസൈറ്റി ആണെങ്കിലും ഒക്കെ എന്തൊക്കെ വിഷമങ്ങള് അല്ലെങ്കിൽ പ്രയാസങ്ങള്
ആഖിറത്തിനെ കുറിച്ചുള്ള പ്രയാസം വെച്ച് റീപ്ലേസ് ചെയ്യാം. ആൻസൈറ്റീസിന് എന്താവും എന്നുള്ള ഭാവിയെ കുറിച്ചുള്ള ആകുലതകളെ അള്ളാന്റെ തവക്കുൽ വെച്ച് റീപ്ലേസ് ചെയ്യാം. പോയിന്റ് നമ്പർ 5, ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്യാഗ്രഹങ്ങളെ, അതായത് ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങളെ മരണത്തിന്റെ ഓർമ്മയെ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഈ ദുനിയാവിൽ നമ്മളിലെ എന്തെന്നെ നേടിയാലും, വീടായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, കാറായിക്കോട്ടെ, ഇനി മക്കളുടെ സ്റ്റേറ്റസ് ആയിക്കോട്ടെ, എന്തെന്നെ നേടിക്കഴിഞ്ഞാലും സുബ്ഹാനല്ലാഹ് ഏറ്റവും ബെസ്റ്റ് ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിന്റെയൊക്കെ എക്സ്പയറി പോയിന്റ് എവിടെയാ? നമ്മളെ മരണത്തോടു കൂടി അതൊക്കെ കഴിഞ്ഞല്ലേ, എല്ലാ കാര്യവും കഴിഞ്ഞ്. അപ്പൊ ഇതിനൊരു എക്സ്പയറി ഉണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. 6ാമത്തെ പോയിന്റ്, ഹറാമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ഇച്ഛകള്. സുബ്ഹാനല്ലാഹ് അല്ലെ, പലപ്പോഴും അതാണ് നമുക്ക് അക്ബർമായിട്ട് വരാറുള്ളത്. ഹറാമായിട്ടുള്ള പലതും ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനുമുള്ള ഒരു ഇഷ്ടം. അള്ളാന്റെ കോപത്തിനെയും അള്ളാന്റെ പണിഷ്മെന്റിനെയും കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുക. ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1 നിമിഷത്തെ സന്തോഷം ആയിരിക്കും നമുക്ക് അതുകൊണ്ട് കിട്ടുന്നത്, അല്ലെ? പക്ഷെ നരകത്തിലെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും സുബ്ഹാനല്ലാഹ് ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റൂല. ആ സന്തോഷം അങ്ങോട്ട് വേണ്ട. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു സന്തോഷം നമുക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ മെല്ലെ 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 നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഈ അക്ബർ ഹമ്മകള് ഒഴിച്ചുകൊണ്ടേയിരിക്കണം, ഈ ദുനിയാവിയായിട്ടുള്ള. എന്നിട്ട് അത് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ആഖിറത്തിനെ കയറ്റാൻ പറ്റുള്ളൂ. നമ്മൾ വെറുതെ വിചാരിക്കുക രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാന്ന്. സുബ്ഹാനല്ലാഹ്. ഇനി ഹൃദയത്തിന്റെ ഗൈനാനെ കുറിച്ച്, ഹൃദയത്തിന്റെ റിച്ച്നെസ്സിനെ കുറിച്ച് പറയാം. നമ്മൾ ഈ ഹദീസിനകത്ത്, മെയിൻ ഹദീസിനകത്ത് പറഞ്ഞ ഏറ്റവും വലിയ ഗിഫ്റ്റ്, സത്യവിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു റിച്ച് ആയിട്ടുള്ള, പനിയായിട്ടുള്ള ഒരു ഹൃദയമാണെന്ന് കണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. സമയം ഒരുപാട് ലേറ്റ് ആയി. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ? ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടെ ഉണ്ട്. പറ്റുന്നവർ ഇരിക്കട്ടോ, അല്ലാതെ റെക്കോർഡിങ് ശരി. അപ്പം ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള ഒരു ഹൃദയമാണ്, അല്ലെ? തൃപ്തിയുള്ള, സമാധാനമുള്ള ഹൃദയം, സന്തോഷമുള്ള, നന്ദി നിറഞ്ഞ ഹൃദയം, അത് അള്ളാഹ് കൊടുക്കുന്നതാണ്, അല്ലെ? അള്ളാഹ് അത് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് ഭാവിയെ കുറിച്ച് ചിന്തിക്കൂല. കാരണം റബ്ബ് നോക്കിക്കോളും ഫുൾ ടൈം, അല്ലെ? റബ്ബ് നോക്കിക്കോളും. എന്ത് പറഞ്ഞാൽ എന്താ? റബ്ബ് നോക്കിക്കോളും. അള്ളാഹ് നോക്കുന്ന പോലെ നമുക്ക് ദുനിയാവിൽ ആർക്കെങ്കിലും നോക്കാൻ പറ്റും? അതോ അതുണ്ടാവും ഇതുണ്ടാവും, അവരെ വിളിച്ചില്ലല്ലോ അത് ചെയ്തില്ല ഇത് ചെയ്തില്ലല്ലോ എന്ന് വെച്ച് ബേജാറായി സമയം കളയുന്നതിനേക്കാളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കി റബ്ബ് നോക്കിക്കോളും. ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെ, ദുനിയാവിയായിട്ടുള്ള പലതും നമുക്ക് നഷ്ടപ്പെടും, പലരെയും നമുക്ക് നഷ്ടപ്പെടും. നമുക്കറിയാം ഇത് അള്ളാഹിന്റെ ഖദറാണ്. അള്ളാഹ് അത് ഏറ്റവും ഹിക്മത്തോടു കൂടി നമുക്ക് പ്രയോജനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഈസി ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങൾ, എന്നാലും എന്റെ ജീവിതം അങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അത് റബ്ബിന്റെ ഹിക്മത്താണ്, റബ്ബിന്റെ കെയർ ആയിരുന്നു അത്. കാരണം അത് അങ്ങനെ എല്ലാം നടന്നിരുന്നതെങ്കിൽ ഒരു പക്ഷെ ഞാൻ നഷ്ടക്കാരിയായിട്ട്, ഞാനൊരു പക്ഷെ ഈ അവസ്ഥയിൽ എത്തില്ലായിരുന്നു. അപ്പൊ റബ്ബിന്റെ കെയർ ആണ് അത്. അൽഹംദുലില്ലാഹ്. പിന്നെ നമുക്ക് അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ടല്ലോ, അല്ലെ? ഇനി ഇപ്പം ജീവിതത്തിൽ കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചും ആലോചിക്കണ്ട. കാരണം ഇത് റബ്ബല്ലേ, റബ്ബ് എന്നെ ഗൈഡ് ചെയ്യുന്നു. റബ്ബ് എന്റെ മുമ്പിൽ നിന്നും എന്തെങ്കിലും തടസ്സം തന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അതിനെക്കുറിച്ച് ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. അള്ളാഹ് മാറ്റിക്കോളും ആ പ്രശ്നം. അതും നമ്മൾ ചിന്തിക്കണ്ട. അള്ളാഹ് ടേക്ക് കെയർ ചെയ്തോളും. നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ അള്ളാഹ് നമ്മളെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്തോളും. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു തൃപ്തി ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുക, അത് ഏറ്റവും വലിയ ഗിഫ്റ്റാ. അത് കിട്ടിയവരാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അത് മതി. നമുക്ക് ഒരുപാട് പ്രവർത്തിക്കാൻ പറ്റും, ഒരുപാട് നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടി ചിന്തിക്കാൻ പറ്റും. നമ്മളെ സമയം ഏറ്റവും കൂടുതൽ പോണത് ഇല്ലാത്തത് കൊണ്ടാണ്. ഹൃദയത്തില് പല നെഗറ്റീവ് ചിന്തകളും, പല നെഗറ്റീവ് ആവശ്യങ്ങളും, കഴിഞ്ഞ കാല ചിന്തകളും, പല ഭാവിയുടെ ആങ്സൈറ്റീസും ഒക്കെ നമുക്ക് വരുന്നത് കൊണ്ടാണ് നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റാത്തത്. അള്ളാഹ് ഈ ഇട്ട് തന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, പിന്നെ അത് മതി. അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവർ അള്ളാഹ് കൈയൊഴിയോ? അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവർ ഒരിക്കലും അള്ളാഹ് കൈയൊഴിയില്ല. അപ്പം അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവരായ, അള്ളാഹിനെ ഇഷ്ടപ്പെടുക, അള്ളാഹ് നമ്മളെ ടേക്ക് കെയർ ചെയ്തോളും. അള്ളാഹ് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ ഉമ്മയോ വാപ്പയോ ഭർത്താവോ മക്കളോ ഒക്കെ നോക്കുന്നതിനേക്കാളും വലുതാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ദുനിയാവ് നമ്മുടെ അടുത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഹാപ്പി ആയിരിക്കണമെങ്കിൽ ഒരുപാട് വേണം, ഒരുപാട് ദുനിയാവിന്റെ പിന്നാലെ ഓടണം, അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് ആണ് സത്യം. ദുനിയാവിന് വേണ്ടി അങ്ങനെ ഒരുപാട് അങ്ങനെ ഇങ്ങനെയൊന്നും ആക്കൊന്നും വേണം.
ദുനിയാവിന് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ മതി. ദുനിയാവിലെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും, നമ്മൾ ഹാപ്പി ആയിരിക്കുകയും ചെയ്യും. നമ്മൾ ഹാപ്പി സാറ്റിസ്ഫൈഡും ആണെങ്കിൽ, ഇതിനുള്ള ഹൃദയമാണെങ്കിൽ നമുക്ക് വീണ്ടും 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 കൂടുതൽ ആഖിറത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. സന്തോഷത്തിന്റെ റെസിപ്പി എന്ന് പറയുന്നത് ദുനിയാവിൽ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചല്ല, ദുനിയാവിൽ ഉള്ളതിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ദുനിയാവിൽ ഉള്ളതിനെ നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അൽഹംദുലില്ലാഹ്, ഇത് റബ്ബ് തന്നതാണ്, ഹംദോട് കൂടി അതിനെ സ്വീകരിക്കുകയാണെങ്കിൽ, ഇത് റബ്ബ് തന്നതാണ്, ഇതെനിക്ക് മതിയായതാണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അതാണ് ദുനിയാവിലെ സന്തോഷത്തിന്റെ ഇൻഗ്രീഡിയന്റ്. അല്ലാതെ എത്രത്തോളം അധികം ഉണ്ടെന്നുള്ളതല്ല. സുബ്ഹാനല്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് തിർമിദിയിലും ഇബ്നു മാജയിലും റിപ്പോർട്ട് ചെയ്ത അൽബാനി ഹസനാക്കിയ ഒരു ഹദീസ്, മൻ അസ്ബഹ മിൻകും മുആഫൻ ഫീ ജസദിഹി ആമിനൻ ഫീ സിർബിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഖീസത് ലഹു ദുനിയ. തന്റെ വീട്ടിൽ നിർഭയനും ആരോഗ്യവാനുമായിരിക്കുകയും അന്നേക്കുള്ള ഭക്ഷണം ലഭിക്കുകയും ചെയ്തവന് ലോകം മുഴുവൻ തനിക്ക് ലഭിച്ചതിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ ഒരു പക്ഷേ ഈ ഒരു ഹദീസ് മനസ്സിലാക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ ആരും ഈ അവസ്ഥയിലുള്ളവരല്ല, ഈ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ളവരും അല്ല. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്കൊരു സന്തോഷമുള്ള ജീവിതത്തിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, 3 കാര്യങ്ങൾ അല്ലെ? നിർഭയത്വം, ആരെയും പേടിക്കാൻ പറ്റുന്ന അവസ്ഥ, ആരോഗ്യം, അന്നേക്കുള്ള ഭക്ഷണം. സുബ്ഹാനല്ലാഹ്, നിർഭയത്വം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലെ? നമ്മള് പല സ്ഥലങ്ങളിലെ പല പ്രശ്നങ്ങളും വെച്ച് നോക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആണ്. കുടുംബത്തിലാണെങ്കിലും രാജ്യത്തിലാണെങ്കിലും. ആരോഗ്യം അൽഹംദുലില്ലാഹ് ഒരു പരിധി വരെ അല്ലെ? ഒരു പരിധി വരെ അൽഹംദുലില്ലാഹ്. ചിലർക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആരോഗ്യകരമായ പ്രയാസം അനുഭവിക്കുന്നവർക്കും അല്ലാഹു ശിഫ നൽകട്ടെ. ആമീൻ. അന്നേക്ക് ആവശ്യമുള്ളത് കഴിക്കാനുണ്ടാവും. അവൻ ദുനിയാവ് മുഴുവൻ നേടി എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അത് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷമിക്കാൻ നമുക്കൊരു കാരണമേ ഇല്ല. നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സാഹചര്യമാണെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ആഖിറം അക്ബർ ഹമ്മാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളൊക്കെ വിഷമിക്കുന്നത് ഇതിന്റെ മേലെയുള്ള പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്, അത്രയും മതി, അത് തന്നെ വലിയ അനുഗ്രഹമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. കാരണം എക്സ്ട്രാ ഇല്ലാത്തവന് എക്സ്ട്രായെ കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഈ എക്സ്ട്രാ ഉള്ളത് കൊണ്ടല്ലേ? നമ്മളെ ഫ്രിഡ്ജിലെ ഭക്ഷണത്തിന് കണക്കുണ്ടോ? നമ്മളെ പാത്രങ്ങളിൽ വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് കണക്കുണ്ടോ? നമ്മുടെ അലമാരിയിലുള്ള ഡ്രസ്സുകൾക്ക് കണക്കുണ്ടോ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഈ എക്സ്ട്രാ ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനേക്കാളും കൂടുതൽ എക്സ്ട്രാ ആക്കാനും അല്ലെ? അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത്. ശരിക്കും ഇത് കേൾക്കുമ്പോൾ കൊതിയാവുക, അത്രയും മതിയായിരുന്നു. അള്ളാഹ് ആക്കട്ടെ, നമുക്ക് അള്ളാഹു എന്താണോ തന്നത് അത് ഏറ്റവും ഹൈറായി അള്ളാഹിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ആകാൻ വേണ്ടിയിട്ട് തൗഫീഖ് റബ്ബ് തരട്ടെ. ആമീൻ. കാരണം ആ ആവശ്യത്തിന് അന്നേക്കുള്ള സന്തോഷമായിരിക്കാനുള്ള ആവശ്യത്തിന് മാത്രമുള്ളവൻ ബാക്കിയുള്ളത് എന്താക്കും? അള്ളാഹിന്റെ തവക്കുലേൽപ്പിക്കും. സുബ്ഹാനല്ലാഹ്. എന്റെ കയ്യിലുള്ളതിനല്ല, നാളെ എനിക്ക് അള്ളാഹ് തന്നോളും അല്ലെ? പക്ഷെ നമ്മളെ കയ്യിലുള്ളത് നമ്മൾ എന്താ, കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ട്, കുഴപ്പമില്ല, അരി ഉണ്ട്, പ്രശ്നമില്ല അല്ലെ? അതൊക്കെ നമ്മൾ നമ്മളടുത്തുള്ളത് വിചാരിക്കും. പക്ഷെ ഇല്ലാത്തവൻ എന്താ വിചാരിക്കുക? നാളെ എനിക്ക് എന്റെ റബ്ബ് തരും. സുബ്ഹാനല്ലാഹ്. ആദ്യത്തേത് നമുക്ക് നമ്മളിലുള്ള വിശ്വാസം, രണ്ടാമത്തേത് റബ്ബിലുള്ള തവക്കുൽ. ശരിക്കും എക്സ്ട്രാ ഇല്ലെങ്കിൽ റബ്ബിനെ കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള അവസരമാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, ഇനി എക്സ്ട്രാ ഇല്ലെങ്കിലും എടുക്കാറില്ല. എന്താക്കും ചിന്തയാണ് നമുക്ക് ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. എത്രയും കുറച്ചുണ്ടോ അത്രയും ആ വ്യക്തിക്ക് അള്ളാഹുൽ തവക്കുൽ ചെയ്ത് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. വിഷമിക്കേണ്ട കാര്യമില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹ് എനിക്ക് ഇത്രയും തന്നല്ലോ അല്ലെ? അതിനുള്ള തൃപ്തി അവർക്ക് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം നമുക്ക് ദുനിയാവിലുണ്ടോ അത്രത്തോളം ബേർഡൻ ആണ്, ശരിക്കും ബേർഡൻ ആണ് അല്ലെ? അതിനെ മെയിൻറ്റെയിൻ ചെയ്യലും എല്ലാത്തിനപ്പുറം ഇതിനൊക്കെ നമ്മൾ കണക്ക് പറയണ്ടേ? സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമുക്ക് കിട്ടുന്ന പലതിനെ നമ്മൾ ടിക്കൺ ഫോർ ഗ്രാൻഡഡ്. അതെന്തായാലും എനിക്ക് കിട്ടാനുള്ളതാ, ആ ഒരു സ്റ്റൈലല്ലേ? നമുക്ക് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇതൊക്കെ എനിക്ക് അർഹിക്കുന്നതാ, ഇതൊക്കെ അള്ളാഹ് എനിക്ക് തരേണ്ടതാ. പലപ്പോഴും നമ്മൾ നന്ദി പറയാൻ പോലും മറക്കാറുണ്ട്. എന്നാൽ കിട്ടാത്തൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നന്ദി പറയും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറേ കാലം കിട്ടാത്തൊരു കാര്യം കിട്ടുമ്പോൾ നമ്മൾ നന്ദി പറയും. നമുക്ക് ഒരുപാടുള്ളതൊക്കെ നമ്മൾ ശരിക്കും ഇബാദത്തിന് വേണ്ടി തന്നതൊക്കെ ഇബാദത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. നമുക്ക് ബേർഡൻ ആണ് അതൊക്കെ. പലതും നഷ്ടപ്പെടുന്നത് വരെ അതിന്റെ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പം ഈ ഒരു ദുന്യാവ് മുഴുവനും ഈ 3 സിമ്പിൾ കാര്യങ്ങളിലേക്ക് ചുരുക്കി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സേഫ്റ്റി,
ഭക്ഷണം സുബ്ഹാനല്ലാഹ്, അതായത് അന്നേക്ക് ആവശ്യമുള്ള ഭക്ഷണം, ആരോഗ്യം, അത് മതി ദുനിയാവിൽ സന്തോഷമായിട്ടിരിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാനെ നമ്മളെ ഹൃദയത്തിൽ വെക്കുക, പരലോകത്തിന് നമ്മളുടെ ഗോളായിരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഉള്ള ഹൃദയം ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമുക്കൊന്നും അതിനുള്ള തൃപ്തിയുള്ള സമാധാനമുള്ള ഹൃദയം അല്ലാന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഫെയിൽ ആണെന്ന് മനസ്സിലാക്കുക. അള്ളാഹ് നമ്മളെ ഹൃദയത്തിലില്ല, നമ്മളെ നാവിലും കയ്യിലും കാലിലും സംസാരത്തിലും ഒക്കെ ഉള്ളൂ, ഹൃദയത്തിലില്ല. പ്ലസ് ആഖിറം നമ്മളുടെ ശരിക്കുള്ള ലക്ഷ്യമല്ല, നമ്മുടെ സംസാരത്തിലുള്ള ലക്ഷ്യമാണ്. കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം അതിനുള്ള ഹൃദയമായിരിക്കും. എന്തെന്നെ ദുനിയാവിൽ സംഭവിച്ചു കഴിഞ്ഞാലും വിൽ ബി ഹാപ്പി, പീസ്ഫുൾ. സുബ്ഹാനല്ലാഹ്. സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അള്ളാഹിനോട് അടുത്ത ഹൃദയത്തിന് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഒരു തരത്തിലുള്ള ട്രബിളും അതിനെ വിഷമിപ്പിക്കുകയില്ല. ഒരു എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും അത് തകർന്നു പോകില്ല. ഈ ദുനിയാവിയായിട്ടുള്ള എന്ത് ഭാരമേറിയ കാര്യം അതിനെ വന്ന് അടിച്ചു തകർക്കാൻ ശ്രമിച്ചാലും തകരില്ല. കാരണം ആ ഹൃദയത്തിന്റെ ഭാരം മുഴുവനും ചുമക്കുന്നത് റബ്ബാണ്. ആ ഹൃദയത്തിന് എളുപ്പം കൊടുക്കുന്നത് റബ്ബാണ്. അങ്ങനെ ആ ഹൃദയത്തിന് ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റും. ഈ ദുനിയാവില് സുബ്ഹാനല്ലാഹ് അള്ളാഹു സുബ്ഹാന തലയില് നമ്മൾ തവക്കൽ ചെയ്യുന്ന അള്ളാഹ് എന്റെ ഹൃദയത്തിനെ ക്യാരി ചെയ്യുന്നതിനേക്കാളും സ്വീറ്റ് ആയിട്ട്, അതായത് ഈമാനിനേക്കാളും സ്വീറ്റ് ആയിട്ട് ഒന്നുമില്ല എന്നുള്ള ആ ഒരു സ്വീറ്റ്നെസ്, ആ ഒരു ഭംഗി അവർക്ക് ആസ്വദിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു പ്രൊജക്ട് തരാണ് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇല്ലെങ്കിൽ ചിന്തിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. നമ്മളൊക്കെ ഓരോരുത്തരുടെയും കഴിവുകളും ആഗ്രഹങ്ങളും ഒക്കെ വെച്ചിട്ട് അക്ബർ ഹമ്മയാക്കിക്കൊണ്ട് ആഖിറത്തിലേക്കുള്ള എന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചിന്തിക്കുക. ഒരു പക്ഷേ അത് മാറുമായിരിക്കും. ചിലപ്പോൾ 5-10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ പല കാര്യങ്ങളിലും കഴിവുകളും അറിവുകളും ഒക്കെ വരുമ്പം മാറുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്റെ ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാവുക. പാളിപ്പോവും, ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക കൺസിസ്റ്റന്റ് ആയിട്ട്. എത്ര പാളി കഴിഞ്ഞാലും എത്ര ഫീൽ ആയി കഴിഞ്ഞാലും ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇല്ല, അങ്ങനെ ഒരു ഗോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ചിന്തിക്കുക എന്നെ കൊണ്ട് എന്താ പറ്റുക, അല്ലെങ്കിൽ അതിനു വേണ്ടി ദ്വാ ചെയ്യുക. റബ്ബേ ഏറ്റവും ബെസ്റ്റ് എനിക്ക് എന്താ ചെയ്യാൻ പറ്റും മരിക്കുന്നതിന്റെ അടുത്ത് നിന്റെ ആഹാരത്തിന് വേണ്ടി, നിന്റെ ദീനിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, കല്യാണം വരാൻ കാത്തിരുന്ന് കല്യാണം കഴിയുമ്പോൾ ഉണ്ടാവുന്ന വിഷമം നമ്മളെ ബാധിക്കൂല. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉള്ളവരില്ലാണ്ടായാലും ഇല്ലാത്തവരുണ്ടായാലും അല്ലെ, എന്തെന്നെ സംഭവിച്ചു കഴിഞ്ഞാലും അതൊന്നും നമ്മളെ ബാധിക്കൂല. കാരണം നമ്മൾക്ക് ലക്ഷ്യമുണ്ട് മുന്നിൽ, അത് ചെയ്യാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ മറ്റുള്ളവരുടെ ലക്ഷ്യത്തിന്റെ ഭാഗമാവാനുണ്ട്, സപ്പോർട്ട് ചെയ്യാനുണ്ട്. എന്തെന്നെ ആയിക്കോട്ടെ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനോ, അള്ളാന്റെ മാർഗത്തിൽ ഒരു ഡിഗ്രി ചെയ്യാനോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായമാകാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിനെ എടുത്ത് ഇപ്പം വിധവകളെ സംരക്ഷിക്കാനോ, അനാഥകളെ സംരക്ഷിക്കാനോ, ഇനി ദാവ രംഗത്തേക്ക് ഇറങ്ങാനോ, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് സപ്പോർട്ട് ആവാനോ, ഓരോരുത്തരും. ഇനി ഇതൊന്നും വേണ്ട. ഇപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ മുമ്പ് നമ്മുടെ തഫ്സീർ ക്ലാസ്സുകളിലും പറഞ്ഞു, നമ്മുടെ വീട്ടിലൊക്കെയുള്ള എക്സ്ട്രാ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, എല്ലാവരുടെ വീട്ടിലും ഉണ്ട് എക്സ്ട്രാ ആയിട്ട് എല്ലാ സാധനങ്ങളും. അത് കളക്ട് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് എത്തിക്കാൻ ഒരുപാട് സ്കോപ്പ് ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ സ്കോപ്പ് ഉണ്ട് ചെയ്യാൻ. അപ്പം അതുപോലെ ഓരോരുത്തർക്കും ദീൻ പ്രചരിപ്പിക്കുക, ദഅവ ചെയ്യുക, പഠിപ്പിക്കുക, തജ്വീദ് പഠിപ്പിക്കുക, ഹിഫ്ള് പഠിപ്പിക്കുക, എന്തെന്നെ ആയിക്കോട്ടെ ഓരോരുത്തരും അവനവന്റെ നിലയിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ ഇരുന്ന് മാത്രം ചെയ്യാൻ പറ്റുന്നവർ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഗോൾ ഉണ്ടാക്കുക, പുറത്തു പോയിട്ട് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക, ടെക്നിക്കൽ സ്കിൽസ് ഉള്ളവർ അത് ഉപയോഗിച്ച് ചെയ്യുക. നിങ്ങളുടെ നാവ് ഉണ്ട്, മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ, മറ്റുള്ളവർ ദീനിന്റെ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്താണോ എന്റെ ലക്ഷ്യം അത് എഴുതി വെക്കുക. അതിന്റെ കുഞ്ഞു പോയിന്റ്സ്, അതിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇത്ര മാസത്തിനുള്ളിൽ ഇന്നത് ചെയ്യണം എന്ന് എഴുതി വെക്കുക. ഓരോന്നും എടുത്ത് ദുആ ചെയ്യുക. അള്ളാഹിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് വഴി കാണിച്ചു തരും, ഹിദായത്ത് കാണിച്ചു തരും, എളുപ്പം കാണിച്ചു തരും. തടസ്സങ്ങൾ ഉണ്ടാവും, ഇഷ്ടം പോലെ തടസ്സങ്ങൾ ഉണ്ടാവും. തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എളുപ്പം റബ്ബ് തരും. പിന്നെ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ ലക്ഷ്യങ്ങളിലും സഹകരിക്കുക. ഓരോരുത്തരും മറ്റുള്ളവരെ വിജയിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുക. എല്ലാവരെയും അവനവന്റേതായ ലക്ഷ്യങ്ങളിൽ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എന്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത് ചെയ്യുക. അതേപോലെ നമ്മളെ മക്കളും. എപ്പോഴും നമുക്ക് പൊതുവെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഭയങ്കര എന്തോ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എന്റെ കുട്ടി എന്റെ കീഴിൽ നിന്ന് ചെയ്താൽ മതി. അല്ല, നമ്മളെ മക്കൾ നമ്മളെക്കാളും കഴിവുള്ളവരാണ്. അപ്പം അവർക്ക് അവരുടേതായ
സ്വന്തമായ സ്വതന്ത്ര ചിന്തയ്ക്ക് ആവശ്യമുള്ള ഇൻപുട്സ് ദീനിപരമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക, അവരെയും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ ഒരു വീട്ടിൽ ഓരോരുത്തരും സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭൂമിയിലേക്ക് അയച്ച് ഉദ്ദേശം നിറവേറപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. പകരം നമ്മൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ്. ഞാനില്ലെങ്കിൽ ഓരോ കാര്യം നടക്കില്ല, ഓരില്ലെങ്കിൽ എന്റെ കാര്യം നടക്കില്ല, എന്നിട്ട് എല്ലാവരുടെ ജീവിതവും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ട് പണഞ്ഞ് ദുനിയാവിന് വേണ്ടിയിട്ട് ചെയ്ത് തീർക്കുന്ന ഒരവസ്ഥയിൽ പകരം എല്ലാവരെയും ആഖിറത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് ചെയ്യിപ്പിച്ച് ചെയ്തത് കൊണ്ടുള്ള ഗുണങ്ങളെ കാണിച്ചു കൊടുത്ത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിൽ എല്ലാവരും അള്ളാഹ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറും. ഇന്നും നാളെയൊന്നും സംഭവിക്കാൻ പോണ കാര്യമൊന്നുമല്ല. ദ്വാ ചെയ്യാം, മെല്ലെ 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 ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ദ്വാ ചെയ്യുക, ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ, നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പുകളൊക്കെ എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ മീനിങ് തരുന്ന ഇതുപോലെയുള്ള ലക്ഷ്യങ്ങൾ എഴുതി വെച്ച് നമ്മളെ കൂടുതൽ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് സ്ക്രിപ്റ്റാക്കി എഴുതി ദ്വാ ചെയ്യും, റബ്ബിന്റെ അടുത്ത് സഹായത്തിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ സ്വർഗത്തിൽ എത്തുന്നത് വരെ നമുക്ക് വർക്ക് ചെയ്യാൻ ഉണ്ടായിരിക്കണം. ഒരു നിമിഷവും കളയാതെ വർക്ക് ചെയ്യാൻ നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ അക്ബർ ഹമ്മ ആഹ്റമാക്കിയിട്ടുള്ള ആൾക്കാരായിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ വെറുതെ സംസാരം മാത്രമാണ് നമ്മളുടേത്. അക്ബർ ഹമ്മ ആഹ്റമാണെന്ന് നമ്മൾ ദുനിയാവില് ഒരിത്തിരി ഒഴിവൊക്കെ കിട്ടുമ്പോൾ, കൂടുതൽ ഒഴിവ് ഉണ്ടാക്കുന്നവരുണ്ടാവുമായിരിക്കും, കുറച്ചും കൂടെ ദുനിയാവി കാര്യങ്ങളൊന്നും മാറ്റി വെച്ച് ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ അക്ബർ ഹമ്മ ആഹ്റമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇവിടെ കുറെ ഇൻഡിക്കേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. ശരിക്കും ഹൃദയത്തിന്റെ എഫയേഴ്സ്, അതായത് ദുനിയാവായിട്ടുള്ള എഫയേഴ്സ് എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് സെറ്റാക്കി തരുന്ന കാര്യം, അങ്ങനെ ദുനിയാവ് വേണ്ടാന്ന് വെച്ച് നമ്മൾ ഓടുമ്പോഴും ദുനിയാവ് നമ്മളുടെ കാൽ കീഴിൽ വന്നിട്ട് ഇതാ പിടിച്ചോന്ന് പറഞ്ഞ് നിൽക്കുന്ന കാര്യം, അതൊക്കെ നമുക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ അക്ബർ ഹമ്മ ദുനിയാവ് ആക്കിയിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക, അള്ളാഹിനെ ഹൃദയത്തിൽ നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി എന്ത് ചെയ്യണോ അത് ചെയ്തുകൊണ്ടിരിക്കുക, ദ്വാ ചെയ്യുക. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യത്തിൽ സഹകരിച്ചെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. എല്ലാവർക്കും വേണ്ടിയിട്ടും ദ്വാ ചെയ്യാം. اللهم جدد الإيمان في قلوبنا ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.